സന്ധ്യാസമയവും നമ്മുടെ നടുവിലായിരിക്കുന്നവർക്ക് നമുക്ക് പിന്നെ ദൈവത്തെ സ്തുതിക്കാം. ശിഷ്ടമുള്ള സമയം ദൈവം തന്നെ അഭിഷേകം ചെയ്ത് നിർത്തുവാൻ, കർത്താവ് തന്നെ അഭിഷേകം ചെയ്ത് പിന്നെ നിർത്തുവാൻ, ഇന്ന് ചില അത്ഭുതങ്ങൾ സർവശക്തൻ ഈ ഹോളിൽ ചെയ്യുവാൻ കർത്താവ് അത് നിർവഹിപ്പാൻ പോകുന്നതോർത്ത്, അത് ചെയ്യുവാൻ പോകുന്നതോർത്ത് വിശ്വാസത്തോട്, കാഴ്ചക്കാരായല്ല വിശ്വാസത്തോട് അത് അനുഭവിപ്പാനായി ഒരുക്കപ്പെട്ടവരായി നമുക്ക് ഏവർക്കുമായിരിക്കാം. കർത്താവ് തന്നെ അതിനായി ബലപ്പെടുത്തുമാറാം. കാണുവാനും കേൾക്കുവാനും പറയുവാനും ആസ്വദിക്കുവാനും നമുക്ക് മനോഹരമായൊരവസ്ഥ ചർച്ച് ഓഫ് ഗോഡിൻ്റെ ഈ ഷാർജയിലെ ആലയത്തിൻ്റെ സ്നേഹക്കൂട്ടായ്മ നമുക്ക് ഒരുക്കി തന്നിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സ്റ്റേജിൽ ഉപവിഷ്ടരായിരിക്കുന്ന കർത്തദാസന്മാരെല്ലാവരും വളരെയേറെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതുകൊണ്ട് നമുക്കെല്ലാവർക്കും ഇങ്ങോട്ട് വരുവാനും ഒക്കെ സാധിച്ചു. വലിയവരായ നിങ്ങളുടെ അടുക്കൽ നിസ്സാരനായി എനിക്കും വന്ന് ദൈവത്തിൻ്റെ ദൂത് ദൈവം അനുവദിക്കുന്ന പോലെ പറയുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുന്നത് പോലെ ഇതിനു മുമ്പും ഷാർജയിൽ ചില മീറ്റിങ്ങുകൾക്ക് ഞാൻ വന്നിട്ടും പോയിട്ടുമുണ്ട്. അന്നൊക്കെ ഇല്ലാത്ത ഒരാവേശം ഇന്ന് ലോകത്തെമ്പായിടത്തും എല്ലായിടത്തും കാണുന്നുണ്ട്. അത് അവൻ്റെ അടുത്ത വരവിന് വേണ്ടിയുള്ള ഒരുക്കമാണ് എന്ന് തന്നെയാണ് ന്യായമായിട്ട് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് മുന്നാസ്വാദനമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരുങ്ങാൻ പറ്റുക എന്നത് നാം മനസ്സിലാക്കേണ്ട ഒരു പ്രത്യേകതയാണ്. ഒരുപക്ഷെ നമുക്ക് എങ്ങനെ ഒരുങ്ങണമെന്നറിയില്ല. രാവിലെ മുതൽ വൈകുന്നേരം വരെ പാപം ചെയ്യാതിരിക്കുവാൻ ശ്രമിക്കാം നമുക്ക്. പക്ഷേ ചിലപ്പോൾ വീഴ്ചയിൽ ആയിപ്പോകുന്നു. 20, 21, 40 ദിവസങ്ങൾ ഉപവാസമെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് നീങ്ങാം. പക്ഷെ അപ്പോഴും പ്രമേഹം പോലെയുള്ള, പ്രഷർ പോലെയുള്ള, കൊളസ്ട്രോൾ പോലെയുള്ള ചില രോഗാത്മാക്കൾ നമ്മളെ ശല്യം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഒരുപക്ഷെ അത് പൂർണ്ണമായും മനസ്സിലാക്കുവാൻ സാധിക്കുന്നില്ല. ഇങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവിന് ഒരുങ്ങാം? നിങ്ങൾക്ക് ഇപ്പോൾ മധ്യാകാശത്തിലെ മനോഹരമായ ആ ചിത്രത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുപോവുകയാണ്. ലോകം കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും അത്ഭുതകരവും മഹത്വവുമായ ഒരു സംഭവമാണ് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരവ്. തൻ്റെ രണ്ടാം വരവിനെ വെളിപ്പെടുത്തുന്ന അനേകം തിരുവെഴുത്തുകൾ വേദപുസ്തകത്തിലുള്ളത് കൊണ്ട് നമുക്ക് യാതൊരു സംശയവുമില്ല കർത്താവ് വീണ്ടും വരുവാനിരിക്കുന്നുവെന്ന്. വെളിപ്പാടിൻ്റെ പുസ്തകം എടുക്കുമ്പോൾ 1-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ, വെളിപ്പാടിൻ്റെ തന്നെ പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ, മത്തായിയുടെ സുവിശേഷത്തിൽ 24:30, യോഹന്നാൻ്റെ 14:3, അപ്പസ്തോല പ്രവർത്തനങ്ങൾ 1:10, 11 വാക്യങ്ങളിൽ, തെസ്സലോനിയരുടെ 1-ാം പുസ്തകത്തിൻ്റെ 4-ാം അധ്യായത്തിൽ 16, 17 വാക്യങ്ങളിൽ, ഇവിടെയെല്ലാം വേദപുസ്തകം വളരെ വ്യക്തമായും പഠിപ്പിക്കുകയാണ് യേശു ഇനിയും വരും എന്ന്. ഈ രണ്ടാം വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർക്കൂ എന്ന് വേദപുസ്തകത്തിൽ വേണ്ടായിരുന്നു എന്ന് എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുണ്ട്. ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർക്കൂ എന്ന് വേദപുസ്തകത്തിലുണ്ട്. യോഹന്നാൻ്റെ 5:28, തെസ്സലോനിയരുടെ 1-ാം പുസ്തകത്തിൽ 5-ാം അധ്യായത്തിൽ 16, 17 വാക്യങ്ങളിൽ, വെളിപ്പാടിൻ്റെ പുസ്തകം 20:15, ഇവിടെയെല്ലാം ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർക്കൂ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇതേപ്പറ്റിയാണ് ഞാൻ പറഞ്ഞത് ഇങ്ങനെ എഴുതണ്ടായിരുന്നു എന്ന്. ക്രിസ്തുവിൽ മരിക്കുവാൻ ആർക്ക് സാധിക്കും? ക്രിസ്തുവിൽ ജീവിക്കുവാൻ ആർക്ക് സാധിക്കും? പെന്തക്കോസ്ത് ആധ്യാത്മികതയുടെ അകത്തളങ്ങളിൽ ഉണർവോടും ഉന്മേഷത്തോടും കൂടി വേർപാടും വിശുദ്ധിയും എടുത്ത് ജീവിക്കുന്നവർക്ക് പോലും ഒരു പക്ഷേ ക്രിസ്തുവിൽ മരിക്കുവാൻ കഴിയുക എന്നത് അവിടുന്ന് ദാനമായി തന്നാൽ മാത്രമേ കിട്ടുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ
ബിംബങ്ങളെ ആരാധിച്ചുകൊണ്ടും പുതിയ നിയമത്തിൽ ഇല്ലാത്ത പൗരോഹിത്യം പറയുന്നത് കേട്ടുകൊണ്ട് പള്ളികളിലും ക്ഷേത്രങ്ങളിലും പോയി ആരാധിക്കുകയും ചെയ്തുകൊണ്ട് കടന്നു പോകുന്ന ജനകോടികൾ എങ്ങനെ അവർക്ക് യേശുവിൻ്റെ രണ്ടാമത്തെ ആഗമനത്തിങ്കൽ ഉയിർപ്പ് കിട്ടും എന്നതാണ് പ്രശ്നം. പ്രിയരെ, ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർക്കുകയുള്ളൂ. ഈ ഒരു ആശയത്തെ വളർത്തുവാൻ വേണ്ടി തെസ്സലോനിയരുടെ രണ്ടാം പുസ്തകത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഇപ്പോൾ ഞാൻ ക്ഷണിക്കുകയാണ്. അവിടെ എത്തുമ്പോൾ രണ്ടാം പുസ്തകത്തിൻ്റെ 1-ാമത്തെ ചാപ്റ്ററിൽ 9ഉം 10ഉം വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു: സുവിശേഷം അനുസരിക്കാത്തവർ കർത്താവിൻ്റെ സന്നിധാനവും അവൻ്റെ വല്ലഭത്വത്തോടുകൂടിയ മഹത്വവും വിട്ടകന്ന് നിത്യനാശം എന്ന ശിക്ഷാവിധി അനുഭവിക്കും ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിങ്കൽ എന്ന്. അയ്യോ, ക്രിസ്തു രണ്ടാമത് വരുമ്പോൾ സുവിശേഷം വേണ്ടതുപോലെ അനുസരിക്കാത്തവർക്ക് നിത്യനാശം എന്ന ശിക്ഷയുണ്ടാകും എന്നാണ് തെസ്സലോനിയരുടെ രണ്ടാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ 9ഉം 10ഉം വാക്യങ്ങളിൽ പറയുന്നത്. നിത്യനാശം എന്ന് പറഞ്ഞാലോ നരകം, സുവിശേഷം അനുസരിക്കുക എന്ന് പറഞ്ഞാലോ 66 പുസ്തകങ്ങളിലെ 31,173 തിരുവചനങ്ങളുടെ സത്തയായ സ്നേഹത്തെ ആസ്വദിക്കുക, വചനത്തെ ആസ്വദിക്കുക, ആത്മാവിനാൽ നിറയുക, പാപത്തെ പരാജയപ്പെടുത്തുക, തിന്മയെ എന്നേക്കുമായിട്ട് അതിൻ്റെ ഉടമയായ സാത്താനെ പരാജയപ്പെടുത്തുക, ഇങ്ങനെ പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ലോകം എന്ന് പറഞ്ഞാൽ പാപത്താലും ജഡത്താലും സാത്താനാലും ലോകത്താലും മതത്താലും നിറഞ്ഞിരിക്കുന്ന ഈ ലോകത്തിൻ്റെ ബന്ധനങ്ങളിൽ നിന്നും ജീസസിലേക്ക് വന്ന് ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിച്ച് ക്രിസ്തുവിനോടുകൂടി ഉയർക്കുവാൻ സാധിക്കുന്ന ഒരവസ്ഥ സുവിശേഷത്തെ ബന്ധിച്ചവർക്ക് മാത്രം, സുവിശേഷത്തെ അനുസരിച്ചവർക്ക് മാത്രമേ പറ്റൂ, അവർക്ക് അത് കിട്ടൂ എന്ന് വേദപുസ്തകം അസന്നിഗ്ധമായി പഠിപ്പിക്കുകയാണ്. ഞാൻ ഈ അടുത്ത നാളിൽ പ്രഗത്ഭന്മാരായ പോപ്പ്, പാത്രിയാർക്കീസ്, ബിഷപ്പുമാർ മുതലായ ആളുകളോട് ഞാൻ എഴുതിയ ഒരു ചെറിയ ബുക്ക്ലെറ്റും പ്രസംഗവും അയച്ചു കൊടുത്തുകൊണ്ട് അത് ഇംഗ്ലീഷിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കുകയുണ്ടായി, ഈ തിരുവചനം നിങ്ങൾ വായിക്കുന്നുണ്ടോ? ക്രിസ്തുവിൽ മരിച്ചാലല്ലേ ക്രിസ്തുവിൽ ഉയർന്നു പറ്റൂ? നിങ്ങളുടെ കുർബാനയപ്പങ്ങളിൽ അതും തിന്ന് കുമ്പസാരക്കൂടുകളിൽ അവിടെയും ബഹളം വെച്ച് മോറോൺ തൈലം ആവശ്യമുള്ളതുപോലെയും ഇല്ലാത്തപോലെയും തെളിച്ച് മരിച്ചവരുടെ മൃതശരീരം കണ്ടുകൊണ്ട് അതെല്ലാം ഇരുത്തി കുടിച്ചിട്ടോ നിർത്തി കുടിച്ചിട്ടോ ഇങ്ങനെ കല്യാണത്തിന് 50,000, മാമോദിസായ്ക്ക് 5,000 ഇങ്ങനെ മേടിച്ചുകൊണ്ട് ഇങ്ങനെ ജീവിക്കുന്ന ജനകോടികളുടെ അവസ്ഥ എന്താണെന്ന് ആലോചിക്കാറുണ്ടോ എന്ന് ചോദിക്കുകയുണ്ടായി. ചോദിച്ചിട്ടൊന്നും കാര്യമില്ല. വനരോധനം ചോദിക്കുന്നവർക്ക് ചോദിച്ചു എന്നൊരു ആശ്വാസം കിട്ടാം എന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ വിഷയത്തിലേക്ക് കടക്കുകയാണ്. നമുക്ക് ക്രിസ്തുവിൽ മരിക്കുവാൻ സാധിക്കണം, അല്ലെങ്കിൽ സ്വർഗരാജ്യം കിട്ടുകയില്ല എന്ന് വ്യക്തമായും തെസ്സലോനിയരുടെ രണ്ടാം പുസ്തകം 1-ാം അധ്യായം 5 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ പറയുകയാണ്. അതായത് ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിൽ അവന് വേണ്ടി കഷ്ടതകളിൽ കൂടി കടന്നുപോയവർക്ക് ആശ്വാസവും നീതികെട്ടവർക്കും ദൈവജനത്തെ പീഡിപ്പിച്ചവർക്കും പ്രതികാരവും ലഭിക്കുമെന്ന് ഇവിടെ പൗലോസ് വ്യക്തമായി നമ്മളെ പഠിപ്പിക്കുകയാണ്. അന്നുണ്ടായിരുന്ന തെസ്സലോനിയർ അനുഭവിച്ച ഉപദ്രവങ്ങളും കഷ്ടങ്ങളും മൂലം അവർ ദൈവരാജ്യത്തിന് യോഗ്യരായി എണ്ണപ്പെടുമെന്ന് അപ്പസ്തോലന്മാർ വ്യക്തമാക്കുകയാണ്. കർത്താവിൻ്റെ മഹത്വപ്രത്യക്ഷതയിൽ വിശ്വാസികളെ പീഡിപ്പിച്ചവർക്ക് പീഡ അനുഭവിച്ച വിശുദ്ധന്മാർക്ക് ആശ്വാസവും ലഭിക്കും എന്നാണ്
ഇവിടെ 6, 7, 8 വാക്യങ്ങളിൽ പറയുന്നത്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് നിത്യനാശം എന്ന ശിക്ഷാവിധി ലഭിക്കും എന്ന് പറയുന്നു. വചനമായ യേശു, വെളിപ്പാട് പുസ്തകം 19:13 യേശു വചനമാണ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. സാക്ഷാൽ വചനമായ യേശു സുവിശേഷം അനുസരിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ അടിമത്തത്തിൽ വരുവാൻ വേണ്ടി തൻ്റെ ജീവിതത്തിൻ്റെ മശിഹാ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ആദ്യം ചെയ്തത് എന്തായിരുന്നുവെന്നോ? ഇപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിലേക്ക് വരികയാണ്. അവിടെ എത്തുമ്പോൾ 3-ാമത്തെ അധ്യായത്തിൽ പ്രതീക്ഷയോട് കൂടി നാളെ മുതൽ രോഗികളെ സുഖപ്പെടുത്തുവാനും പിശാചുക്കളെ പരാജയപ്പെടുത്തുവാനും മരിച്ചവരെ ഉയർപ്പിക്കുവാനും ഒരുങ്ങുന്ന നമ്മുടെ കർത്താവ് എന്താണ് ചെയ്യുന്നത്, അവൻ സുവിശേഷം അനുസരിക്കുന്നുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കുകയാണ്. മത്തായിയുടെ 3:13 അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലിയിൽ നിന്ന് ജോർദാൻ കരെ അവൻ്റെ അടുക്കൽ വന്നു. വല്ല ആവശ്യമുണ്ടോ യേശുവിന് യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ? പക്ഷേ സുവിശേഷം അനുസരിക്കാതിരിക്കാൻ പറ്റില്ല. പിതാവിൻ്റെ ആഗ്രഹത്തെ നിവൃത്തിയാക്കാതിരിക്കാൻ പറ്റുകയില്ല. ഗോൽഗോഥ മലയിൽ മരിച്ചു വീഴുക എന്നത് മാത്രമല്ല, അവൻ മനുഷ്യനായി ജനിച്ചതുകൊണ്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക എന്ന മഹത്തായ സംഭവം ഇവിടെ നടക്കാൻ പോവുകയാണ്. ഈ സമയത്ത് തോട്ടിലേക്ക് ഇറങ്ങി വന്ന യേശുവിനെ കണ്ടിട്ട് യോഹന്നാനോ അവനെ വിലക്കി. നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം, പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് പറഞ്ഞു. യോഹന്നാൻ അല്പം ജാള്യം തോന്നി. ദൈവങ്ങളുടെ ദൈവമായ ക്രിസ്തുയേശു, സൃഷ്ടവസ്തുവായ സൃഷ്ടാവായ ദൈവം, സൃഷ്ടിയായ തൻ്റെ കൈക്കരി സ്നാനമെടുക്കാൻ വരിക എന്ന് പറയുന്നത് വളരെ വിഷമം പിടിപ്പിച്ച ഒന്നായിട്ട് തോന്നിയെങ്കിലും നീ ഇപ്പോൾ ഇത് സമ്മതിക്കുക, പിതാവിൻ്റെ ആഗ്രഹം ഞാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞപ്പോൾ യോഹന്നാന് പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല. വെള്ളത്തിൽ യേശുവിനെ അവൻ സ്നാനപ്പെടുത്തുകയായിരുന്നു. 16-ാം വാക്യം വായിക്കട്ടെ. മത്തായി 3:16 യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു, ദൈവാത്മാവ് പ്രാവെന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. വെള്ളത്തിൽ നിന്ന് മുങ്ങിയിട്ട് കയറുന്ന സമയത്ത് തന്നെ ദൈവാത്മാവിത പ്രാവിൻ്റെ രൂപത്തിൽ, ദൃശ്യമായ രൂപത്തിൽ യേശുവിൻ്റെ അടുത്തേക്ക് വരികയാണ്. 3:17 ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദവും ഉണ്ടായി. പ്രിയരെ, ഇവിടെ സ്വർഗം തുറന്ന് പിതാവായ ദൈവം തൻ്റെ പുത്രനെ അംഗീകരിക്കുകയാണ്. യെഹെസ്കേല് 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിൽ സ്വർഗം തുറന്നത് കണ്ടിട്ടുണ്ട്. മത്തായിയുടെ 3:16 ഇവിടെ യേശു സ്വർഗം തുറക്കുന്നത് കാണുകയാണ്. അപ്പസ്തോല പ്രവർത്തനങ്ങൾ 7:56 സ്തേഫാനോസ് സ്വർഗം തുറക്കുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. അവൻ കണ്ടത് അപ്പസ്തോല പ്രവർത്തനങ്ങളിൽ തന്നെ 10:11 പത്രോസ് സ്വർഗം തുറന്നിരിക്കുന്ന രംഗം കാണുന്ന കാര്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെളിപ്പാട് പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 1-11 വാക്യങ്ങളിൽ, 19-ാം അധ്യായത്തിൽ 19-ാം വാക്യം, ഇവിടെയെല്ലാം സ്വർഗം തുറന്നിരിക്കുന്നത് പലരും കാണുകയുണ്ടായി. ക്രിസ്തുയേശു വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുത്ത് കരയ്ക്ക് കയറിയപ്പോൾ അതാ സ്വർഗം തുറന്നിരിക്കുന്നു. ഈ തിരുവചന ഭാഗം വായിച്ചു കഴിഞ്ഞപ്പോൾ ക്രിസ്തു മാത്രമേ ഇങ്ങനെ സ്നാനമെടുത്തിട്ടുള്ളൂ എന്നത് പരിശോധിക്കുവാൻ ഞാൻ കത്തോലിക്ക എൻസൈക്ലോപീഡിയ പരിശോധിച്ചു. എൻസൈക്ലോപീഡിയയിൽ ഞാൻ കണ്ടുമുട്ടി പഴയ കാലത്ത് ജീവിച്ചിരുന്ന തിരുമേനിമാരെന്നോ ബിഷപ്പുമാരെന്നോ അതിനേക്കാൾ മുന്തിയവരെന്നോ കരുതുന്ന അനേകം ആളുകൾ 20-നും 35-നും ഇടയ്ക്ക് പ്രായത്തിൽ
വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുത്തതിൻ്റെ ചിത്രീകരണം എൻസൈക്ലോപീഡിയയിൽ കാണുവാൻ സാധിച്ചു. വിശുദ്ധ അംബ്രോസ് എന്ന് പറയുന്ന മിലാനിലെ ആ വലിയ ബിഷോപ്പ് ആ കാലഘട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ പോലെ യൗവനത്തിൻ്റെ പ്രായത്തിൽ സ്നാനപ്പെട്ടത് എന്നെ അത്ഭുതപ്പെടുത്തി. കുർബാനയുടെ രീതി പണ്ട് അപ്പസ്തോലന്മാർ ആചരിച്ചതുപോലെ ആയിരുന്നു. എന്നാൽ AD 1215 കത്തോലിക്ക സഭയിൽ ട്രാൻസ്സബ്സ്റ്റാൻറ്റിയേഷൻ എന്ന ഒരു കല്ല് വെച്ച നുണ അവതരിപ്പിച്ചുകൊണ്ട് കുർബാനയെ ആകപ്പാടെ കുഴപ്പം പിടിച്ചതാക്കി സെൻറ്റ് അഗസ്റ്റിൻ. പക്ഷേ ഈ സെൻറ്റ് അഗസ്റ്റിൻ പോലും 20-നും 30-നും ഇടയ്ക്ക് വയസ്സ് പ്രായത്തിൽ വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുത്തു എന്ന് വായിച്ചപ്പോൾ, അതെ, ആദ്യകാല സഭയിലെ പ്രഗത്ഭമതികളായ നല്ലവരെന്നോ പ്രഗത്ഭന്മാരെന്നോ വിളിക്കപ്പെടുന്ന പലരും ഇപ്രകാരം സ്നാനമെടുത്തു എന്ന് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായത് അവരൊക്കെ സുവിശേഷം അനുസരിക്കുകയാണ് ചെയ്തത് എന്നാണ്. തെസ്സലോനിയരുടെ 2-ാം പുസ്തകത്തിൽ 1-ാം അധ്യായത്തിൽ സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷയും എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നുവല്ലേ? സുവിശേഷത്തെ അവരൊക്കെ അനുസരിക്കുകയാണ് ചെയ്തത്. നിങ്ങളും ഞാനും വേദപുസ്തകത്തിൽ അപ്പസ്തോല പ്രവർത്തനങ്ങൾ എന്ന പുസ്തകം വായിക്കുമ്പോൾ 9, 22, 26 എന്നീ ചാപ്റ്ററുകളിൽ പൗലോസിൻ്റെ ശൗൽ എന്ന അവസ്ഥയിൽ നിന്നും പൗലോസായി വന്ന വലിയ മാനസാന്തരത്തിൻ്റെ അനുഭവം കാണുന്നു. അവിടെയെല്ലാം ശൗൽ എന്ന പൗലോസ് അനനിയാസിൻ്റെ കൈക്കീഴിൽ അനുഗ്രഹം പ്രാപിച്ച് സ്നാനമേറ്റ രംഗം കണ്ടപ്പോൾ ലോകോത്തര സുവിശേഷകനായ ക്രിസ്തുവിനെ അങ്ങനെ പറയത്തില്ല, ദൈവം തന്നെയാണ്, ദൈവപുത്രനാണ്, പിന്നെ പറയുന്നതേ ഉള്ളൂ. ലോകോത്തര സുവിശേഷകനായ യേശുക്രിസ്തു കഴിഞ്ഞാൽ ദൈവരാജ്യത്തെ പാടിപ്പുകർത്തുവാൻ വളരെ വ്യക്തമായ കാരണങ്ങളാൽ മാനസാന്തരത്തിൻ്റെ അനുഭവങ്ങളോടും അതുപോലെ തന്നെ വീണ്ടും ജന്മത്തിൻ്റെ സൗന്ദര്യത്തോടും കൂടി ഇറങ്ങിത്തിരിച്ച സാക്ഷാൽ പൗലോസ് തന്നെയും വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുത്തു എങ്കിൽ ആ വാക്യം ഞാൻ പറഞ്ഞ നിങ്ങൾ ശ്രദ്ധിച്ചോ? ക്രിസ്തുവേശുവും പൗലോസും അങ്ങനെ ആദ്യകാലത്തുണ്ടായിരുന്ന ആത്മീയ വ്യക്തികളെല്ലാം അംബ്രോസിനെ പോലെയും ജെറോമിനെ പോലെയും സെന്റ് അഗസ്റ്റിനെ പോലെയുമുള്ള മഹാവിശുദ്ധന്മാരെന്ന് കരുതപ്പെടുന്നവരെല്ലാം വെള്ളത്തിൽ മുങ്ങി സ്നാനമെടുത്ത് വിശുദ്ധിയോടും വേർപാടോടും കൂടി ജീവിച്ചു എങ്കിൽ, ഇത്രയുമാണ് സുവിശേഷ സത്യമെങ്കിൽ, നമ്മുടെ പാവപ്പെട്ട പോപ്പിൻ്റെ കൂടെയുള്ള ആളുകളും പാത്രിയാർക്കീസിൻ്റെ കൂടെയുള്ളവരും തിരുമേനിമാരുടെ കൂടെയുള്ളവരും ഈ സ്നാനത്തെ എന്തിനിങ്ങനെ എതിർക്കുന്നു എന്ന് ചോദിച്ചാൽ സുവിശേഷം അനുസരിക്കാൻ കഴിയുകയില്ല എന്നതാണ് അതിൻ്റെ വ്യക്തമായ മറുപടി. അഥവാ സ്വർഗരാജ്യത്തിലേക്ക് പോകുവാൻ പിശാച് ഇവരെ സമ്മതിക്കുകയില്ല. കാലാകാലങ്ങളിൽ ആർക്കൊക്കെ നരകത്തിൽ പോകുവാൻ എന്തെല്ലാം ആവശ്യമാണ് എന്നത് പിശാചിന് വ്യക്തമായും അറിയാം. അതുകൊണ്ട് അവരൊക്കെയും പിശാചുക്കളെല്ലാം ഒന്നിച്ചു ചേർന്ന് മതങ്ങളുടെ ഉള്ളത്തിൽ പ്രിയരെ സുവിശേഷത്തെ ധിക്കരിക്കുവാനുള്ള സാധ്യതകളെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗ വിഷയത്തിൻ്റെ അടുത്ത ചാപ്റ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് റോമരുടെ ലേഖനം 6-ാം അധ്യായം നിങ്ങളുടെ കണ്ണിൽ ഒന്ന് പെടുത്തുകയാണ്. റോമാലേഖനം 6-ാം അധ്യായത്തിൽ എൻ്റെ കൂടെ വരാമോ? 3-ാം വാക്യത്തിലെത്തുമ്പോൾ, റോമാലേഖനം 6-ാം അധ്യായം 3-ാം വാക്യത്തിലെത്തുമ്പോൾ, അല്ല, ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരായ നാം എല്ലാവരും, വചനം പറയുന്നത് കണ്ടോ? ക്രിസ്തുവേശുവിനോട് ചേരുവാൻ സ്നാനമേറ്റവരെ നാം എല്ലാവരും അവൻ്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? അവൻ്റെ മരണത്തിൽ പങ്കാളികളാകാനാണ് ജലസ്നാനം എന്നാണ് കർത്താവ് പഠിപ്പിക്കുന്നത്. നമ്മൾ ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും ഒരു പാസ്റ്ററുടെ കൈക്കീഴിൽ മലർന്നോ ഇരുന്നോ കടലിലോ കരയിലുണ്ടാക്കിയ സ്നാനക്കുളത്തിലോ മുങ്ങുന്നു എന്നതിനെ അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെയോ ക്രിസ്തുവിൻ്റെ മരണത്തിൽ പങ്കാളികളാവുക എന്നാണ് കർത്താവ് പറയുന്നത്. നിങ്ങൾ ഓർക്കുന്നോ നിങ്ങളുടെ പ്രായമുള്ള വല്യപ്പനോ വല്യമ്മയോ മരിച്ചത്? എൻ്റെ അപ്പനും അമ്മയും, അമ്മ 93-ാമത്തെ വയസ്സിലും അപ്പൻ 87-ാമത്തെ വയസ്സിലും മരിച്ചു. അപ്പോൾ ഞാൻ കണ്ണൂരായിരുന്നു, അവർ കോട്ടയം ജില്ലയിൽ കടുത്തുരുത്തിയിലായിരുന്നു.
ഞാൻ കണ്ണൂരിൽ നിന്ന് മരണം കാണാനും കേൾക്കാനും അനുഭവിക്കുവാനുമായി ഓടിയെത്തിയതും രണ്ടുപേരും മരിച്ചതുമൊക്കെ ഇപ്പോൾ ഓർക്കുകയാണ്. നമ്മുടെ അപ്പൻ്റെ അഥവാ അമ്മയുടെ അല്ലെങ്കിൽ പേരപ്പൻ്റെ പേരമ്മയുടെ മരണമൊന്ന് കാണുക, ആ മരണത്തിലൊന്ന് സംബന്ധിക്കുക, ആ ശവാടക്കിലൊന്ന് കൂടുക, എന്നിട്ട് പട്ടിണിക്കഞ്ഞി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കഴിക്കുക, ആ കറുത്ത നിറമുള്ള വസ്ത്രമൊക്കെ ധരിക്കുക, ആ അപ്പൻ്റെയോ അമ്മയുടെയോ ശവസംസ്കാര ചടങ്ങിൽ സംബന്ധിച്ചുകൊണ്ട് ആ മരിച്ച മൃതശരീരത്തിൽ ഒന്ന് കെട്ടിപ്പിടിച്ച് അവസാനത്തെ ചുംബനം കൊടുക്കുക. ഇതൊക്കെ എത്ര രസകരമാണ്. രസമെന്ന് പറഞ്ഞാൽ എത്രയോ കടമയാണ്. എങ്കിൽ പ്രപഞ്ചം മുഴുവനും ഒരു വിരൽ തുമ്പ് കൊണ്ട് സൃഷ്ടിച്ച സാക്ഷാൽ ക്രിസ്തുയേശുവിൻ്റെ മരണത്തിലൊന്ന് സംബന്ധിക്കുക, അടക്കത്തിലൊന്ന് സംബന്ധിക്കുക, ഉത്ഥാനത്തിലൊന്ന് സംബന്ധിക്കുക. ജീവിച്ചിരിക്കുന്ന ഷാർജയിലെ ജോലിക്കാരായ നിങ്ങൾക്കും എനിക്കും അത് കഴിയുമെന്ന് വേദപുസ്തകം പഠിപ്പിക്കുന്നു. ക്രിസ്തുയേശുവിൻ്റെ 2000-ഓളം കൊല്ലങ്ങൾക്ക് മുമ്പ് നടന്ന മരണത്തിലും അടക്കത്തിലും ഉത്ഥാനത്തിലും ഇന്ന് ഇവിടെ ഇരിക്കുന്ന ഓരോ കൊച്ചു കുഞ്ഞിനും എനിക്കും നിനക്കും എല്ലാവർക്കും സംബന്ധിക്കാൻ സാധിക്കും. പ്രതീകാത്മകമായി ക്രിസ്തുവിൻ്റെ മരണത്തോട് ഐക്യപ്പെടാം, ക്രിസ്തുവിൻ്റെ ഉത്ഥാനത്തോട് ഐക്യപ്പെടാം, ക്രിസ്തുവിൻ്റെ അടക്കത്തോട് ഐക്യപ്പെടാം. അങ്ങനെ മരണത്തോടും അടക്കത്തോടും ഐക്യപ്പെടുവാൻ വേണ്ടി കർത്താവിൻ്റെ ആത്മാവ് വെളിപ്പെടുത്തിയ ഒരു ശുശ്രൂഷയാണ് സ്നാനം എന്ന് വേദപുസ്തകം ഇതാ പ്രിയപ്പെട്ടവരെ പറഞ്ഞിരിക്കുന്നു. വ്യക്തമായിട്ടുമാണ് ഇവിടെ പറയുന്നത്. സഭയുടെ അനുഷ്ഠാനങ്ങളിൽ സുപ്രധാനമായ ഒന്നാണ് സ്നാനം എന്നത്. സുവിശേഷമാണ്. രണ്ടാമത്തേത് കർത്തൃമേശയുടെ ആചരണമാണ്. ഇത് രണ്ട് സുവിശേഷമാണ്. പാപത്തിന് മരിച്ചവർ അതിൽ തുടരുവാൻ കഴിയുകയില്ല. ക്രിസ്തുയേശു ഗാഗുൽത്താമനിൽ പിടഞ്ഞു മരിച്ചപ്പോൾ അവനോടൊപ്പം ഞാനും നീയും പാപത്തിന് മരിച്ചു. എന്നാൽ ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവൻ പാപത്തിന് മരിച്ചിട്ട് പുതുജീവൻ പ്രാപിക്കുകയാണ്. അവൻ യേശുക്രിസ്തുവിൻ്റെ മരണത്തോടും അടക്കത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കുന്ന സ്നാന ശുശ്രൂഷയിൽ പങ്കാളിയാകുക എന്നത് പ്രിയരെ ചെങ്കടൽ കടന്ന ജനം മോശയോട് ചേർന്നതുപോലെ വെള്ളത്തിൽ മുങ്ങിയ സ്നാനമെടുത്ത മനുഷ്യൻ ക്രിസ്തുവിനോട് ചേരുകയാണ്. 1 കൊരിന്ത്യർ 10:2 ആ തിരുവചനമുണ്ട്. 1 കൊരിന്ത്യർ 10:2 അതേ ചെങ്കടൽ കടന്ന ജനം മോശയോട് ചേർന്നതുപോലെ വിശ്വാസ സ്നാനത്താൽ ഒരുവൻ കർത്താവിനോട് ചേരുകയാണ്. വെള്ളത്തിലേക്ക് ഇറങ്ങുന്നത് മരണത്തെയും, വെള്ളത്തിൽ മുങ്ങുന്നത് അടക്കത്തെയും, വെള്ളത്തിൽ നിന്ന് പൊങ്ങി വരുന്നത് ഉയർപ്പിനെയുമാണ് ചൂണ്ടിക്കാണിക്കുന്നതെന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി എഴുതി വെക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുമ്പോൾ പിതാക്കന്മാരെന്നോ തിരുമേനിമാരെന്നോ പറയുന്നവരും അവരുടെ കൂടെ തെളിക്കൽ സ്നാനമെടുത്ത് വീടുകളിൽ കഴിയുന്നവർക്കും പ്രിയരെ, പിതാക്കന്മാർ എന്തും ചെയ്യട്ടെ, തിരുമേനിമാർ എന്തും ചെയ്യട്ടെ, പോപ്പ് എന്തും ചെയ്യട്ടെ, നിനക്കൊരു വ്യക്തിത്വമുണ്ട്, നിനക്കൊരാണത്വമുണ്ട്, നിനക്കൊരു പെണ്ണത്വമുണ്ട്, നീ ഒരു അന്തസ്സുള്ള വ്യക്തിയാണ്. നിന്നെ നോക്കി നരകം വിരളി പിടിച്ച് ചിരിക്കുന്നുണ്ട്, നിന്നെ അവൻ മാടി വിളിക്കുന്നുണ്ട്. അങ്ങോട്ട് നീ പോകരുത്. പോകാതിരിക്കണമെങ്കിൽ സുവിശേഷം അനുസരിക്കണം. പോപ്പ് പറഞ്ഞ് കേട്ടുകൊണ്ട് നടക്കുകയല്ല വേണ്ടത്, സുവിശേഷത്തെ അനുസരിക്കണം. സുവിശേഷത്തെ അനുസരിക്കുമ്പോൾ ക്രിസ്തുയേശുവിൻ്റെ മരണ അടക്ക പുനരുത്ഥാനങ്ങളോട് താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ പങ്കാളിത്തത്തിന് വേണ്ടി ഞാനും നീയും അത്ഭുതകരമായ പുനരുത്ഥാന ശുശ്രൂഷയിൽ സംബന്ധിക്കണം. ഇവിടെ ഷാർജയിലും ദുബായിലും UAE-യിലുമുള്ള ഭരണാധിപന്മാർ അവരവരുടേതായ ശൈലിയിൽ ജീവിച്ചോട്ടെ. ഇന്ത്യയിലെ ഭരണാധിപന്മാർ അവരുടേതായ ശൈലിയിൽ ജീവിച്ചോട്ടെ. നമുക്കൊരാത്മാവുണ്ട്. നമ്മൾ ബൗ ബൗ എന്ന് കുരയ്ക്കുന്ന ആ ജീവിയുടെ ആകൃതിയിൽ ജനിച്ചവനല്ല. കൊക്കരക്കോ എന്ന് കൂവുന്ന ആ ജീവിയുടെയും ആകൃതിയിൽ ജനിച്ചവനല്ല. ഉൽപ്പത്തിയുടെ 1:26 ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടതെന്ന് കാണുന്നു. ദൈവത്തിൻ്റെ ഛായയിലും ദൈവത്തിൻ്റെ സാദൃശ്യത്തിലുമാണ് ദേവസ്യ മുല്ലക്കര എന്ന നിസ്സാരനായ ഞാനും ഇവിടെ ഇരിക്കുന്ന വിശുദ്ധരായ വ്യക്തികളും നിങ്ങൾ ഓരോരുത്തരും കർത്താവായ ക്രിസ്തുവിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും ഉണ്ടായവരാണ്. നമ്മളെ പോപ്പ് തുടങ്ങിയുള്ള പിതാക്കന്മാരോ അല്ലെങ്കിൽ ആരെങ്കിലുമോ അവരുടെ വയറ്റിപ്പഴുപ്പ് രാഷ്ട്രീയത്തിന് വേണ്ടി, അവരുടെ രാജത്വത്തിന് വേണ്ടി, അവരുടെ പൗരോഹിത്യത്തിന് വേണ്ടി നുണയും പറഞ്ഞ് തെളിക്കൽ സ്നാനം നടത്തി നടക്കുമ്പോൾ അതൊന്നും അല്ല നമ്മൾ നോക്കേണ്ടത്. നമ്മൾ നമ്മുടെ ആത്മാവ് രക്ഷപ്പെടുത്തുവാൻ വേണ്ടി ആവശ്യമായത് നോക്കണം. അല്ലയോ മനുഷ്യ, ഈ ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് ഫലം?
ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കുമെന്ന് മർക്കോസ് 8:36 ചോദിച്ചു. മത്തായി 16:26 ചോദിച്ചു. അല്ലയോ മനുഷ്യ, ഈ ലോകം മുഴുവൻ നീ നേടിയാലും നിന്റെ ആത്മാവിന് പകരമായി നീ എന്ത് കൊടുക്കും? സുവിശേഷം അനുസരിക്കാത്തവന് ആത്മരക്ഷ ഇല്ല, ഇല്ല, ഇല്ല. സുവിശേഷം അനുസരിക്കുമ്പോൾ അവിടെ രണ്ട് വ്യക്തതയുള്ള കാര്യങ്ങൾ അനുസരിച്ചേ പറ്റൂ. അതിലൊന്ന് ജലത്തിൽ മുങ്ങിയുള്ള സ്നാനമാണ്, മറ്റൊന്ന് കർത്തൃമേശ എടുക്കലാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അടുത്ത കാര്യത്തിലേക്ക് വരാം. മർക്കോസ് 1:15 അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു, നീ അനുദപിക്കുവിൻ. എങ്ങനെയാണ് പാപം മോചിക്കുക? സുവിശേഷത്തെ അനുസരിക്കുമ്പോഴാണ്. നീ അനുദപിക്കുവിൻ, നിന്റെ പാപങ്ങളോർത്ത് പശ്ചാത്തപിക്കുവിൻ. മത്തായി 4:17 പറയുന്നു, നീ മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യത്തിലേക്ക് തിരിയുവിൻ എന്ന്. ഞാൻ കള്ളിലേക്ക് നേരെ നിൽക്കുകയാണെങ്കിൽ മാനസാന്തരപ്പെട്ട് ക്രിസ്തുവിലേക്ക് തിരിയണം. ഞാൻ യുക്തിവാദത്തിലേക്കും മതത്തിലേക്കും തിരിഞ്ഞാണ് നിൽക്കുന്നെങ്കിൽ നേരെ മാനസാന്തരപ്പെട്ട് എബൌട്ട് ടേണായി ക്രിസ്തുവിലേക്ക് വരണം. ഇതാണ് മർക്കോസ് 1:15 മത്തായി 4:17 നമ്മുടെ കർത്താവ് പറയുന്നത്. സുവിശേഷം അനുസരിക്കാത്തവർക്ക് ശിക്ഷ. സ്നാനപ്പെടുന്ന കാര്യം പറഞ്ഞു, കർത്തൃമേശയുടെ ആചരണം പറഞ്ഞു. ഇനി അകം തെളിക്കണം. സ്നാനപ്പെട്ടപ്പോൾ പുറം നനഞ്ഞു, കൂടാതെ ഇനി അകമൊന്ന് നനയണം. അകം നനയണമെങ്കിൽ നീ മാനസാന്തരപ്പെടണം, നീ പുതുജന്മം പ്രാപിക്കണം. നിക്കോദേമോസിനോട് നമ്മുടെ കർത്താവ് പറഞ്ഞു, വെള്ളത്താലും ആത്മാവിനാലും നീ സ്നാനപ്പെടുന്നില്ലെങ്കിൽ നിനക്ക് ദൈവരാജ്യം കിട്ടുന്ന പ്രശ്നമില്ലെന്ന്. യോഹന്നാന്റെ സുവിശേഷത്തിലല്ലേ അതുള്ളത്? 3-ാം അധ്യായത്തിലല്ലേ? 3-5 വാക്യങ്ങളിലല്ലേ? നീ ആത്മാവിലും വെള്ളത്തിലും സ്നാനമെടുത്താൽ മാത്രമേ നിനക്ക് തീർച്ചയായിട്ടും വിശുദ്ധി കിട്ടുകയുള്ളൂ, നീ സ്വർഗരാജ്യത്തെ നേടുകയുള്ളൂ എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 3 തിരുവചനങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് സുവിശേഷത്തെ എങ്ങനെ അനുസരിക്കാമെന്ന് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. മർക്കോസ് 1:15 അനുദപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. മത്തായി 4:17 മാനസാന്തരപ്പെടുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു. യോഹന്നാൻ 3:5 വെള്ളത്താലും ആത്മാവിനാലും വീണ്ടും ജനിക്കുന്നില്ലെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം കിട്ടുകയില്ല. ഈ സുവിശേഷ വചനങ്ങളെ ഞാനും നീയും അനുസരിക്കണം. അപ്പോഴാണ് ക്രിസ്തുവിനോട് ചേരാൻ പറ്റുന്നത്. കുടുംബജീവിതത്തിൽ, വ്യക്തി ജീവിതത്തിൽ, സമൂഹ ജീവിതത്തിൽ മാനസാന്തരത്തിൻ്റെയും പൊതുജന്മത്തിൻ്റെയും അത്ഭുതകരമായ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് കടന്നു പോകാൻ സാധിക്കുന്നില്ല എങ്കിൽ സ്വർഗരാജ്യം കിട്ടുകയില്ല എന്ന് വ്യക്തമായും പറയുകയാണ്. ഞാൻ ഇപ്പോൾ ഇവിടെ ചെയ്യുന്നത് തെസ്സലോനിയർ 2-ാം പുസ്തകം 1-ാം അധ്യായം 8-9 വചനങ്ങളെ അതിൻ്റെ ആരംഭത്തിൽ പറഞ്ഞിട്ട് മറ്റു വചനങ്ങളോട് ചേർത്ത് വ്യാഖ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രിയരെ, സുവിശേഷം അനുസരിക്കുന്നവർക്ക് മാത്രമേ ക്രിസ്തുവിൽ ജീവിക്കുവാനും ക്രിസ്തുവിൽ മരിക്കുവാനും ക്രിസ്തുവിൽ ഉയർക്കുവാനും കഴിയൂ എന്നത് കാര്യകാരണ സഹിതം നിങ്ങൾ ഉള്ളത്തിൽ മനസ്സിലാക്കണം. ഒരു പെന്തക്കോസ്ത് പാസ്റ്ററുടെ ശുശ്രൂഷ സമയത്ത് അദ്ദേഹം പറയുന്ന ഏതെങ്കിലും കിംവദന്തികളോ ഏതെങ്കിലും നോട്ടീസുകളോ അല്ല ഇത്. വേദപുസ്തകത്തിൽ ദൈവത്തിൻ്റെ ആത്മാവ് എഴുതി വച്ചിരിക്കുന്നത് വ്യക്തമായ ഭാഷയിൽ ഞാനും നീയും വായിക്കുകയും അത് ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് നഷ്ടപ്പെടാൻ പാടില്ലാത്ത നിത്യജീവനെക്കുറിച്ച് ഇന്ന് ചിന്തിക്കുകയുമാണ്. അത് പാസ്റ്റർമാരുടെ ജോലിയല്ല. അവരെ പാസ്റ്റർമാരാക്കിയത് കർത്താവാണ്. അവർ ഇത്തരം കാര്യങ്ങൾ പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിനോട് പ്രതികരിക്കുന്നത് അനുസരണ കൊണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? വചനത്തിൽ ഈ പറയുന്ന കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണ്. പ്രിയരെ, ആ 3 വാക്യങ്ങൾ ഒരിക്കൽ കൂടി ഞാൻ കൊണ്ടുവരാം. 1 അനുദപിക്കുക, 2 മാനസാന്തരപ്പെടുക, 3 പൊതുജന്മം പ്രാപിക്കുക. വേദപുസ്തകത്തിലെ സുപ്രധാനമായ ഈ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും എൻ്റെയും നിൻ്റെയും ജീവിതത്തിൽ ഉണ്ട് എങ്കിൽ നമുക്ക് ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൽ വ്യക്തമായും ഇരിക്കുവാൻ സാധിക്കും. ക്രിസ്തുവേശുവിൻ്റെ മരണ പുനരുത്ഥാനങ്ങളോട് ഏകീഭവിച്ചതിൻ്റെയും ക്രിസ്തീയ സമർപ്പണത്തിൻ്റെയും പരസ്യമായ ഏറ്റുപറച്ചിലാണ് സ്നാനമെങ്കിൽ കർത്താവായ ക്രിസ്തുവിൻ്റെ 2ാമത്തെ ആഗമനം വരെ കൂടി വരുമ്പോൾ അയൽവാസികളും കൂട്ടുകാരും ഐക്യത്തോടു കൂടി തൻ്റെ 2ാമത്തെ ആഗമനം വരെയും അനുഷ്ഠിക്കേണ്ടതാണ് തിരുമേശ എങ്കിൽ ആ 2 അനുഷ്ഠാനങ്ങളും ബാഹ്യമായാൽ പോരാ, ആന്തരികമായി അത് വിശുദ്ധിയുള്ളതാകണം.
ആന്തരികമായ വിശുദ്ധീകരണത്തെയാണ് ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 വാക്കുകളിൽ ഉള്ളത്. 1 അനുദപിക്കുക, 2 മാനസാന്തരപ്പെടുക, 3 വീണ്ടും ജന്മം പ്രാപിക്കുക. മനുഷ്യന് ദൈവിക ജീവന്റെ പ്രവർത്തന ഫലമായി ഒരു പുതിയ സ്വഭാവം പകരപ്പെടുകയും മനുഷ്യനൊരു പുതിയ സൃഷ്ടിയായി തീരുകയും ചെയ്യുന്നതിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനുഷ്യൻ ഒരു പുതിയ സൃഷ്ടിയായി തീരണം. ദൈവത്തിൽ നിന്ന് അകന്നവൻ ദൈവത്തോടുള്ള ബന്ധത്തിലേക്ക് മടങ്ങി വരിക. പാപത്തിൻ്റെയും ശാപത്തിൻ്റെയും പിശാചിൻ്റെയും അടിമച്ചങ്ങലയെ വെട്ടിനുറുക്കിക്കൊണ്ട് കർത്താവായ ക്രിസ്തുവിൻ്റെ രക്തത്താൽ അകവും പുറവും കഴുകപ്പെട്ട് ക്രിസ്തുവിലേക്ക് വരുന്ന ഒരവസ്ഥയെയാണ് ഇവിടെ നമ്മൾ പറഞ്ഞു വരുന്നത്. പ്രിയരെ, ചെയ്യാൻ പാടില്ലാത്ത കാര്യം വചനപ്രകാരം ചെയ്യാൻ പാടില്ലാത്ത കാര്യം ചെയ്യുന്നതും ചെയ്യേണ്ട കാര്യം ചെയ്യാതിരിക്കുന്നതുമാണ് പാപം എന്ന് പറയുന്നത്. നിങ്ങൾക്കിതറിയാം. നമുക്ക് വചനത്തിൽ ഉള്ള കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതിരിക്കുക, ചെയ്യരുതാത്ത കാര്യങ്ങൾ ചെയ്തു വെക്കുക. ന്യായപ്രമാണ ലംഘനവും സ്വാർത്ഥതയും പാപത്തിൻ്റെ ഒരു സ്വഭാവമാണ്. ഇതിനെല്ലാം കാരണം ആദാം മുതൽ ഞാനും നീയും വരെയുള്ള വ്യക്തികളുടെ പാപ സ്വഭാവമാണ്. ഈ പ്രകൃതി അവനെ പാപത്തിലേക്ക് നയിക്കുന്നു. പാപത്തിൻ്റെ സ്വഭാവം ഹൃദയത്തിനകത്ത് ദുഃഖമുണ്ടാക്കുക, ഹൃദയത്തിനകത്ത് വേദന ഉണ്ടാക്കുക, ഹൃദയത്തിനകത്ത് ഭയമുണ്ടാക്കുക, അസ്വസ്ഥത ഉണ്ടാക്കുക, രോഗങ്ങൾ പിന്നെ വരിക, ശാപങ്ങൾ പിന്നെ വരിക. ഇതെല്ലാമാണ് പ്രിയപ്പെട്ടവരെ പാപത്തിൻ്റെ അടുത്ത അവസ്ഥ. എൻ്റെ ജീവിതത്തിൽ പാപമോചനം കിട്ടിയ രംഗം പറയുവാൻ ഈ അവസ്ഥയെ ഞാൻ ഉപയോഗിക്കട്ടെ. ഈ സമയത്തെ ഏകദേശം 40ഓളം വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കേരളത്തിൽ കരിസ്മാറ്റിക് നവീകരണം കേളിക്കുട്ടി നടക്കുകയാണ്. അത് ദൈവാത്മാവ് കത്തോലിക്ക സഭയിൽ പോട്ട ഡിവൈൻ ധ്യാന മന്ദിരങ്ങളിലൂടെ കൊണ്ടുവന്നതാണ്. അത് കൊണ്ടുവന്നത് നായിക്കാമർമ്മിൽ അച്ഛനെ പോലെയും മറ്റനേകം പുരോഹിതന്മാർ അവിടെ നിന്നുകൊണ്ട് മറിയാരാധനയും കുർബാന ആരാധനയും നടത്താനല്ല കർത്താവ് കൊണ്ടുവന്നത്. പിന്നെയോ ശാപഗ്രസ്തമായ വചനവിരുദ്ധമായ ആരാധനകളിൽ കുടുങ്ങിക്കിടന്നവരെ ദൈവാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കണ്ട് അവിടെ നിന്ന് വിടുവിച്ചെടുക്കാൻ വേണ്ടിയാണ് ദൈവം അത് കൊണ്ടുവന്നത്. 50,000-ഉം 80,000-ഉം ആളുകളാണ് ആ കാലഘട്ടത്തിൽ പോട്ട ഡിവൈൻ ധ്യാന മന്ദിരങ്ങളിൽ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ മറിയത്തിൻ്റെ ജപമാലയ്ക്കും കുർബാനയ്ക്കും ബിഷപ്പുമാർ പറയുന്നതിനും പ്രാധാന്യം കൊടുത്ത് 500-ഉം 200-ഉം 400-ഉം ആളുകൾ മാത്രമായിട്ട് അവിടെ ചുരുങ്ങി. അവിടുത്തെ ധ്യാനഗുരുക്കൾ വെളിയിൽ പോവുകയില്ലാത്തവർ ഇപ്പോൾ ചിക്കാഗോയിലും ഒരുപക്ഷെ ഷാർജയിലും അങ്ങനെ എല്ലായിടത്തും ഓടി നടക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ക്രമേണ പ്രാദേശിക മതജാടകളിൽ കുടുങ്ങി നിൽക്കാതെ ദൈവാത്മാവിലേക്ക് എടുത്തു ചാടാതെ അവിടുത്തെ ആളുകൾ നിന്നതുകൊണ്ട് ഇന്ന് അങ്ങനെ ആയിരിക്കുകയാണ്. അതിരിക്കട്ടെ, ഞാനും കണ്ണൂർ ജില്ലയിൽ തളിപ്പറമ്പിൽ ഒരു റിട്രീറ്റിൽ സംബന്ധിക്കുവാൻ സാധിച്ചു. അന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിൽ മുള്ളേരിയ എന്ന് പറയുന്ന ഒരു സ്ഥലത്തെ ഹൈസ്കൂളിൽ പഠിപ്പിക്കുകയായിരുന്നു. മനസ്സിന് ദുഃഖങ്ങളേറെ തളം കെട്ടി നിന്ന കാലഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു റിട്രീറ്റിൽ അറ്റൻഡ് ചെയ്യാൻ പോയത്. അവിടെ ചെന്ന് 2 ദിവസം സംബന്ധിച്ചപ്പോഴും ഉള്ളിൽ ഒരു സന്തോഷമോ സമാധാനമോ ഉണ്ടായില്ല. എന്നാൽ 3-ാമത്തെ ദിവസം രാവിലെ സ്കൂളിലേക്ക് ലീവ് ക്യാൻസൽ ചെയ്ത് പോകാൻ തുടങ്ങിയപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ വിട്ടില്ല. എന്നെ അവിടെയുള്ള ഒരു കൗൺസിലർ പുറകോട്ട് വിളിച്ചു. പോകരുതേ എന്ന് നിർബന്ധമായിട്ടും പറഞ്ഞു. എൻ്റെ തലയിൽ കൈവച്ചുകൊണ്ട് അവർ പ്രവചനപരം ഉപയോഗിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പറഞ്ഞു. പ്രിയരെ, ഇത് എന്നെ മാനസാന്തരത്തിലേക്ക് കൊണ്ടുവന്നു. നിങ്ങൾക്കറിയാമോ, കൊറിന്ത്യരുടെ 1-ാം പുസ്തകം 12-ാം അധ്യായത്തിൽ 9 വരങ്ങളെക്കുറിച്ച് പറയുന്നു. 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിൽ അതിലൊന്നാണ് പ്രവചനവരം, മറ്റൊന്നാണ് അന്യഭാഷാവരം, ഇനിയൊന്നാണ് അത്ഭുത രോഗസൗഖ്യവരം. ഇതെല്ലാം വേദപുസ്തകത്തിലുള്ളതാണ്. ആ വരങ്ങളിൽ ചിലതുള്ള പ്രസ്തുത കൗൺസിലർ എന്നെ വിളിച്ച് എൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിലെ കുറേ സംഭവങ്ങളും വർത്തമാനകാലത്തിലെ കുറേ സംഭവങ്ങളും എന്നോട് പറഞ്ഞത് എന്നെ മാനസാന്തരപ്പെടുത്തുന്നിടത്തോളം കാര്യങ്ങൾ എത്തിച്ചു എന്ന് പറയുമ്പോൾ, ഞാനൊരു കൈതച്ചക്ക 6-7 വയസ്സ് പ്രായമുള്ളപ്പോൾ കട്ടെടുത്ത കാര്യം മറ്റാർക്കും അറിയില്ല. അവർ എന്നോട് ചോദിക്കുകയുണ്ടായി. എൻ്റെ പോക്കറ്റിൽ
ഒരു 50 രൂപ നോട്ട് കിടന്നതും വൈക്കത്തുള്ള അമ്പലത്തിൽ കിരാതാർജുനിയും കഥകളി കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഒരു കൂട്ടുകാരൻ വന്ന് എടുത്തുകൊണ്ട് പോയതും ആ കൗൺസിലർ എന്നോട് തന്നെ ചോദിച്ചു. എൻ്റെ അപ്പൻ വളരെ കൂടുതൽ കള്ള് കുടിക്കുന്ന ആളായിരുന്നു. അദ്ദേഹം കള്ളുകുടിയും കഴിഞ്ഞ് വന്നാൽ ചിലപ്പോൾ ഭയങ്കര ചൂടുള്ള വെള്ളത്തിൽ കുളിക്കും. ചിലപ്പോൾ സ്നേഹം മൂത്താൽ കുട്ടികളായ ഞങ്ങളെയെല്ലാം പിടിച്ചിട്ട് കുളിപ്പിക്കും. ഒരിക്കൽ ഭയങ്കര ചൂടുള്ള വെള്ളത്തിൽ എന്നെ കുളിപ്പിച്ചപ്പോൾ അമ്മയെന്നും വിളിച്ചുകൊണ്ട് ഞാൻ കരഞ്ഞുകൊണ്ട് ഓടിയത് ആ കൗൺസിലർ എന്നോട് ചോദിച്ചു. എൻ്റെ ഇവിടെ തോളിൽ ഒരു BCG ഇഞ്ചക്ഷൻ എടുത്തെടുത്ത് ഒരു കുരുവായി പഴുത്തിരുന്നത് ഒരു കോഴി വന്ന് ചാടി ഇരുന്ന സ്ഥലത്ത് വെച്ച് എന്നെ കൊത്തി ഇതിലൂടെ രക്തം ഇങ്ങനെ ഒഴുകി കാര്യം ചേച്ചി എന്നോട് ചോദിച്ചു. കുറേ കാര്യങ്ങൾ ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെങ്ങനെയാണ്, വല്ല കൂടോത്രമാണോ വല്ല മന്ത്രവാദമാണോ, ഇതെങ്ങനെയാണ് പറയാൻ സാധിക്കുന്നത് എന്ന്. അപ്പോൾ പറഞ്ഞു, ഇത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ്. അയ്യോ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇങ്ങനെയാണോ? എനിക്കും കിട്ടുമോ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്? പ്രിയരെ, ഞാൻ മത്തായി നേരത്തെ പറഞ്ഞ 4:17 മാനസാന്തരം, മർക്കോസ് 1:15, യോഹന്നാൻ 3:5 പുതുജന്മം പ്രാപിക്കുക. ഇങ്ങനെ പ്രാപിക്കുമ്പോൾ 4ാമത് സംഭവിക്കുന്ന അവസ്ഥയാണ് നമുക്ക് ഹോളി സ്പിരിറ്റിനെ കിട്ടുക എന്നുള്ളത്. 1 ജലസ്നാനം എടുത്ത്, 2 കർത്തൃമേശ എടുത്ത്, 3 പാപബോധത്തോടും പശ്ചാത്താപത്തോടും മാനസാന്തര അനുഭവത്തോടും പുതുജന്മം പ്രാപിച്ച് നമ്മളൊരു പുതിയ വ്യക്തിയാകുമ്പോൾ നമ്മളിൽ ഉണ്ടാകുന്ന ഒരു മാരകമായ പാപാവസ്ഥയിൽ നിന്നും വിടുതൽ കിട്ടിയിട്ട് നമ്മളെല്ലാം വിശുദ്ധീകരിക്കപ്പെടുകയാണ്. ഈ സാഹചര്യത്തിലാണ് നമുക്കൊക്കെ പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്നത്. ഞാൻ പരിശുദ്ധാത്മാവിലേക്ക് എത്തി. ഞാൻ അവിടെ ഇരുന്നുകൊണ്ട് എൻ്റെ പാപങ്ങളെല്ലാം ചേച്ചി വെളിപ്പെടുത്തി തന്നു. ചെറിയ കാര്യമല്ല. കോളേജിലൊക്കെ പഠിക്കുന്ന കാലത്ത് പെൺകുട്ടികളോട് ശൃംഗാരത്തോടുകൂടി പെരുമാറിയത്, പല സാധനങ്ങൾ പലരോട് മേടിച്ചു കൊടുക്കാത്തത്, അമ്മയോടും അപ്പനോടുമൊക്കെ ഭാരപ്പെടുത്തിക്കൊണ്ട് പെരുമാറിയത്, അമ്മയുടെ അനുജത്തിയും അമ്മയും കൂടി കൊയ്യാൻ പോയപ്പോൾ കൊയ്ത്ത് വയലിൽ വെച്ച് എൻ്റെ അമ്മ കൊയ്ത ഒരു കറ്റ ഇളയമ്മ എടുത്തപ്പോൾ ഞാൻ ഇളയമ്മയെ എടുത്തിട്ട് ഇടിച്ചത്, ഇതെല്ലാം ദൈവത്തിൻ്റെ ആത്മാവ് അവരിലൂടെ വെളിപ്പെടുത്തിയപ്പോൾ എൻ്റെ അകം ഈ 40 കൊല്ലത്തെ കുമ്പസാരം കൊണ്ട് പോകാത്ത പാപം, ഈ 40 കൊല്ലത്തെ കുർബാന കൊണ്ട് പിടിച്ചു കെട്ടാത്ത ആന, എൻ്റെ അകം ഇതാ മാനസാന്തരപ്പെടുകയാണ്. ഞാൻ പാപബോധം കൊണ്ട് നിറയുകയാണ്, പശ്ചാത്താപം കൊണ്ട് നിറയുകയാണ്. ചേച്ചി, എനിക്കും കിട്ടുമോ ദൈവാത്മാവ്? കിട്ടാതിരിക്കുന്ന പ്രശ്നമില്ല. കണ്ണടച്ചിരുന്ന് ക്രിസ്തുവിനെ രാജാവായി സ്വീകരിച്ചു. ഞാൻ യേശുവേ എൻ്റെ ഹൃദയത്തിലേക്ക് ഓടിവായോ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ചേച്ചി ഒരു 2 ഏക്കർ സ്ഥലം കാണുന്നു. അവിടെ ഇവിടെയായിട്ട് കുറ്റിക്കാടുകൾ നിൽക്കുന്നു. കുറ്റിക്കാടുകളുടെ നടുക്ക് ചെറിയ വീടുണ്ട്. വീടിൻ്റെ വരാന്തയിൽ ഒരു മനുഷ്യനിങ്ങനെ ബീഡിയും വലിച്ചുകൊണ്ട് പുലർകാലമാണെന്ന് തോന്നുന്നു ഇരിക്കുന്നു. ഇതാരാണ്, എന്താണ്? അതെൻ്റെ വീടാണ്. കർണാടകത്തിൽ ബൈന്ദൂരുള്ള എൻ്റെ പാവപ്പെട്ട പറമ്പാണ്. എൻ്റെ അപ്പച്ചനാണ് അവിടെ ഇരിക്കുന്നത്. അദ്ദേഹത്തിന് TB ആണ്. എത്ര വലിക്കലെന്ന് പറഞ്ഞാലും അദ്ദേഹം എന്നും പുകവലിക്കും. അമ്മയോ മരിച്ചു. എൻ്റെ സഹോദരന്മാരെല്ലാം അപ്പനുമായിട്ട് വഴക്കുണ്ടാക്കിപ്പോയി. ഞാൻ കന്യാസ്ത്രീ മഠത്തിൽ കഞ്ഞി വെക്കാൻ വന്ന് നിൽക്കുകയാണ്. കിട്ടുന്ന പൈസ അപ്പന് കൊണ്ടുപോയി കൊടുക്കും. എൻ്റെ വീടാണ് സാറിനെ കർത്താവ് കാണിച്ചത് എന്ന് പറയുമ്പോൾ എനിക്ക് സന്തോഷം കൊണ്ട് മതിവരാതെയായി. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഒരു അനുരണനം എനിക്കും കിട്ടുകയാണ്. എന്നോട് പറഞ്ഞു, അടുത്തുള്ള പള്ളിയിലേക്ക് ഓടിപ്പൊക്കോളെന്ന് പറഞ്ഞു. ഞാൻ പള്ളിയിലേക്ക് ഓടിത്തന്നെ പോയി. പക്ഷെ എനിക്ക് ആ പള്ളിയിലേക്ക് ചാടി അങ്ങോട്ട് കയറാൻ പറ്റുന്നില്ല. കാരണം പുറപ്പാടിൻ്റെ പുസ്തകം 20:4 ആവർത്തന പുസ്തകം 5:8 നീ ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അവയെ വണങ്ങരുത് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, അവയെ വണങ്ങരുതെന്ന്. ഞാൻ ചെന്ന പള്ളിയിൽ മുഴുവനും മറിയത്തിൻ്റെയും സെൻറ്റ് ജോർജിൻ്റെയും ഒക്കെ വിഗ്രഹമാണ്. എനിക്ക് അങ്ങോട്ട് കയറുമ്പോൾ കാലിന് അസ്വസ്ഥത. ഞാൻ പുറകോട്ട് വന്ന് പ്രസ്തുത കൗൺസിലറോട് പറഞ്ഞപ്പോൾ പറഞ്ഞു, അതേ, ബിംബാരാധനയ്ക്ക് ഇനി പോകാൻ പറ്റിയല്ല. സാറ് വീണ്ടും ജനിച്ചു, സാറ് മാനസാന്തരപ്പെട്ടു, സാറിന് പരിശുദ്ധാത്മാവ് കിട്ടി. ഇനി ബിംബാരാധന മതങ്ങളിൽ പോകാൻ ദൈവം അനുവദിക്കാത്ത ഞാൻ എന്ത് ചെയ്യാം? ഇത് അപ്പുറത്ത് വേറൊരു രൂപങ്ങളൊന്നുമില്ലാത്തൊരു പള്ളിയുണ്ട്, അങ്ങോട്ടേക്ക് പൊക്കും. ഞാൻ അവിടെ ചെന്ന് പ്രാർത്ഥിക്കാനിരുന്ന്, പ്രിയരെ, ഭിത്തിയിലെല്ലാം
ദൈവത്തിൻ്റെ ഓരോ വചനം എഴുതി വച്ചിരിക്കുന്നു. യോഹന്നാൻ 8:12 ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്, പിന്നെ അത് മാഞ്ഞു പോകുന്നു. മത്തായി 5:13 നീ ഭൂമിയുടെ ഉപ്പാണ്, പിന്നെ അത് മാഞ്ഞു പോകുന്നു. 1000 വചനങ്ങൾ അവിടെവിടെയായിട്ട് എഴുതി വെക്കുന്നു, മാഞ്ഞു പോകുന്നു. എനിക്ക് അത്ഭുതമായി. ഞാൻ ചേച്ചിയോട് ചോദിച്ചു, എന്താണിത്? ഇത് സാത്താൻ്റെ തട്ടിപ്പാണോ? അല്ല മോനെ, ഇത് പരിശുദ്ധാത്മാവാണ്. ഭാവിയിൽ ദൈവത്തിൻ്റെ വചനം പ്രസംഗിക്കണമെങ്കിൽ അതിനാവശ്യമായ ഒരു കൃപ നിനക്ക് തരികയാണ്. എഫേസ്യ ലേഖനം 2:8-9 ചേച്ചി വ്യാഖ്യാനിച്ച് കൽപ്പിച്ചു. കൃപയാലല്ലോ വിശ്വാസം വഴി നീ രക്ഷിക്കപ്പെടുന്നത്, അത് നിന്റെ പ്രവൃത്തി കൊണ്ടല്ലല്ലോ എന്ന് ഞാൻ ഉള്ളിൽ ആനന്ദിച്ചു. ഈ സമയത്ത് അവിടെ ഒരു മഹാരോഗി വന്നു. ഈ രോഗിയുടെ കാലിൻ്റെ അകത്ത് തുടയിൽ ഒരു വലിയ മുറിവുണ്ടായിരുന്നു. ഇന്നലെയും മിനിഞ്ഞാന്നും ഈ രോഗിക്ക് ധ്യാനിച്ച് 88 പേര് കൂടി പ്രാർത്ഥിച്ചതാണ്. ചെറിയൊരു ആശ്വാസമൊക്കെ കിട്ടി. കാലിലൊരു വലിയ മുറിവ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഒന്ന് വന്ന് പ്രാർത്ഥിക്കാമോ എന്ന്. ഞാൻ കർത്താവിനോട് ജീവിതത്തിൽ ആദ്യമായിട്ട് ആലോചന ചോദിക്കുകയാണ്. കർത്താവെ, ഞാൻ പ്രാർത്ഥിച്ചാൽ ഈ രോഗം സുഖപ്പെടുമോ? അവിടുന്ന് എന്ത് പറയുന്നു? നീ പോയി പ്രാർത്ഥിക്കുക, ഞാനല്ലേ സുഖപ്പെടുത്തുക. നീ പോയി പ്രാർത്ഥിക്കുക, ഞാനല്ലേ സുഖപ്പെടുത്തുക. 3 തവണ ദൈവസ്വരം കേട്ടു. പിന്നെ ഒട്ടും വൈകിയില്ല, ഓടി അങ്ങോട്ട് ചെന്നു, അദ്ദേഹത്തിൻ്റെ അടുത്ത് ചെന്നു. കാലിലെ വലിയ മുറിവിൽ കണ്ണിമിച്ച് നോക്കാതെ, കാരണം അത്ര വലിയ മുറിവ്, നോക്കിയ വിശ്വാസം കുറയും, അതുകൊണ്ട് ഓടിച്ചെന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ദൈവം വലിയ ആശ്വാസം കൊടുത്തു. ആ മുറിവ് ആ സമയത്ത് തന്നെ ഉണങ്ങി എന്നല്ല, കരിഞ്ഞു എന്നല്ല, പാടുപോലും കാലിൻ്റെ തുടയിൽ ഇല്ലാതെയായി. അങ്ങനെ പ്രിയമുള്ളവരെ, ആദ്യമായിട്ട് അത്ഭുതകരമായ മറ്റൊരു കൃപ അവിടെ വെച്ച് കാണുവാൻ ദൈവം അവസരം തരികയാണ്. പ്രിയരെ, ആ റിട്രീറ്റ് അഥവാ ആ ധ്യാനയോഗം വളരെ അനുഭവമായിരുന്നു. അത് തീർന്നപ്പോൾ എന്നോട് പറഞ്ഞു, കറ്റയ്ക്ക് പിടിച്ച ഇളയമ്മയുടെ അടുത്ത് പോയി മാപ്പ് ചോദിച്ചിട്ട് വരണം. ഞാൻ പറഞ്ഞ, അമ്മ ഇളയമ്മ മരിച്ചുപോയി എങ്കിലും ശവം അടക്കിയെടുത്ത് പോയി പ്രാർത്ഥിച്ചിട്ട് വരണം. ഞാൻ അന്ന് തന്നെ കണ്ണൂരേക്ക് ചെന്ന് ട്രെയിനിൽ കയറി. പ്രിയരെ, മുട്ടുചിറയിൽ അവിടെ അടുത്ത് പിറവൻ റോട്ടിൽ ട്രെയിൻ ഇറങ്ങി പള്ളിയുടെ അടുത്തുള്ള ശവക്കോട്ടയിൽ ചെന്ന് ഇളയമ്മയോട് മാപ്പ് അപേക്ഷിച്ചു. അന്ന് അങ്ങനെയൊക്കെ ചെയ്യുകയാണ്. എല്ലാവരോടും എല്ലാം മറക്കണം, പൊറുക്കണം, ക്ഷമിക്കണം എന്ന കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ രീതിയൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞു തരികയായിരുന്നു. ഓക്കെ, ഈ സാക്ഷ്യം നമുക്കിനിയും കൂടുതൽ സമയമുണ്ട്. ഞാനിപ്പം പറയുന്നവർ ദയവായിട്ട് കൈ ഉയർത്തണം. മൈഗ്രെയിൻ തലവേദന പോലെ അസഹ്യമായ തലവേദനയുള്ളവർ ഒന്ന് കൈവൊക്കെയാട്ടെ. അസഹ്യമായ തലവേദനയുള്ളവർ. ഓക്കെ, ഇനി ഇവിടെ ഇങ്ങനെ തോളിൻ്റെ നെറ്റി മുതൽ ഒരു വേദന ഇങ്ങോട്ട് വന്നിട്ട് ഈ കഴുത്തിലേക്ക് വന്നിട്ട് തോളിലേക്ക് വന്ന് കൈയിലേക്ക് ഇറങ്ങുന്ന ഒരു വശത്ത് ശക്തമായ വേദന, തോളിനും കൈക്കുമൊക്കെ അതിശക്തമായ വേദന, കഴുത്തിന് സ്പോണ്ടിലൈറ്റീസിൻ്റെ കുഴപ്പങ്ങൾ, ഇത് ഉള്ളവരെ നമുക്കൊന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ആദ്യമാ തലവേദനക്കാരുടെ കാര്യം പറഞ്ഞു. ഇപ്പോൾ സ്പോണ്ടിലൈറ്റീസും കടുത്ത തോളുവേദനയും ഉള്ളവരെ കർത്താവിന് സമർപ്പിക്കാം. അവരൊന്ന് കൈവൊക്കെയാട്ടെ. സ്പോണ്ടിലൈറ്റീസ് ഉള്ളവർ, കടുത്ത തോളുവേദനയുള്ളവർ. ഓക്കെ, ഇനി കൈതാത്തു. ഹിപ്പ് ജോയിൻസിന് ശക്തമായി റീപ്ലേസ്മെൻറ്റ് വേണ്ടി വരുമെന്ന് ഡോക്ടർ പറഞ്ഞവരോ, ഹിപ്പ് ജോയിൻസ് പൊടിഞ്ഞവരോ, നട്ടെല്ലിൻ്റെ ബാക്കിൽ വലിയ വേദന കൊണ്ട് നിറഞ്ഞ വിഷമമുള്ളവരോ ഇതിനകത്തിരിക്കുന്നു. അവർക്ക് പ്രത്യേകിച്ച് ചികിത്സയൊന്നുമില്ല. കുറേ എന്തെങ്കിലുമൊക്കെ ഇരിക്കുക, കിടക്കുക, കുഴമ്പിടുക എന്നൊക്കെ ചെയ്യാനേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പിന്നെ ഓപ്പറേഷൻ ചെയ്ത ദേഹം മുഴുവനുമാകും. എല്ലായിടത്തും ഓപ്പറേഷൻ ചെയ്യണം. അതെ, എല്ലിന് തേയ്മാനമുള്ളവർ യേശുവിൻ്റെ നാമത്തിൽ ഒന്ന് കൈ ഉയർത്തട്ടെ. എല്ലിന് തേയ്മാനമുള്ളവർ. ഓക്കെ, ഇപ്പം 3 സെറ്റ് ആളുകളെ ഞാൻ പറഞ്ഞു. 1 വമ്പിച്ച തലവേദനയുള്ളവർ, 2 സ്പോണ്ടിലോസിസിൻ്റെ വിഷമങ്ങളുള്ളവർ, അടുത്തത് ഹിപ്പ് ജോയിൻസിനും നട്ടെല്ലിനും തേയ്മാനമുള്ളവർ. അവരെല്ലാവരും ഒന്നുകൂടി കൈവക്കുക. ഒന്ന് യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുക. ഹിപ്പ് ജോയിൻസിന് എവിടെയെങ്കിലും വേദനയുള്ളവർ, കയ്യിലോ വിരലുകൾക്കോ തോളിനോ കഴുത്തിനോ എവിടെയെങ്കിലും ജോയിൻസ് പെയിൻ ഉള്ളവർക്ക് ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ എഴുന്നേറ്റ് നിൽക്കുക. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന കർത്താവിൻ്റെ അഭിഷിക്തർ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ഞാനും പ്രാർത്ഥിക്കും. ഇരിക്കുന്ന പ്രിയപ്പെട്ടവർ എല്ലാവരും പ്രാർത്ഥിക്കും. ദൈവം പ്രാർത്ഥന കേൾക്കാൻ പോവാണ്. ഇപ്പോൾ
നിങ്ങൾക്ക് വിടുതൽ തരാൻ പോവാണ്. ഇന്ന് ഇപ്പോൾ നിങ്ങൾക്ക് വിടുതൽ തരാൻ പോവാണ്. ഇരിക്കുന്ന എല്ലാവരും ഒന്ന് കൈകൾ ഉയർത്തിക്കേ, സ്തോത്രം ചെയ്ത് ഹല്ലേലൂയ ഹല്ലേലൂയ. കർത്താവേ, ഇപ്പോൾ കടന്നു വരണമേ എൻ്റെ ദൈവമായ കർത്താവേ, അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇപ്പോൾ തന്നെ ഈ നിൽക്കുന്നവരുടെ തലവേദന എന്ന രോഗം ഇപ്പോൾ തന്നെ മാറിപ്പോകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. മഹാപരിശുദ്ധനായ ദൈവമേ, ഇപ്പോൾ തന്നെ അവരെല്ലാവരും സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നീ എത്ര വലിയവനും നല്ലവനുമാണ്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കഴുത്തിനും തോളിനും വേദനയുള്ളവർ യേശുവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിനായിട്ട് ഇപ്പോൾ തന്നെ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ് യേശുവേ, ഇത് ഇന്ന് നിന്റെ കൃപയാൽ സംഭവിക്കണം, നിന്റെ കൃപയാൽ സംഭവിക്കണം. 8-10 വർഷം പഴക്കമുള്ള നടുവേദനയും പുറം വേദനയും എല്ലാം കർത്താവ് നീ സുഖപ്പെടുത്താൻ പോവുകയാണല്ലോ. നിന്റെ ആത്മാവ് ഈ മക്കളിലേക്ക് ഇറങ്ങി വരികയാണല്ലോ. നിന്റെ കൃപ ഈ പൊന്നു മക്കളിലേക്ക് ഇറങ്ങി വരികയാണല്ലോ. അവർക്ക് പാപബോധം കൊടുക്കുകയാണല്ലോ, അവർക്ക് പശ്ചാത്താപം കൊടുക്കുകയാണല്ലോ. റീബാ ബാബാ ഹല്ലേലൂയ. കർത്താവേ, നിന്റെ കൃപ ഇപ്പോൾ ഈ മക്കളിലേക്ക് നീ അയക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, നിന്റെ കൃപയാൽ പാപബോധം കൊടുക്കണമേ, നിന്റെ കൃപയാൽ പശ്ചാത്താപം കൊടുക്കണമേ, നിന്റെ കൃപയാൽ മാനസാന്തരം കൊടുക്കണമേ, നിന്റെ കൃപയാൽ അത്ഭുതം നടത്തി കൊടുക്കണമേ. എന്റെ കർത്താവിന്റെ മഹാത്ഭുതം. ഹല്ലേലൂയ. യേശുവേ നന്ദി, കർത്താവേ നന്ദി നന്ദി. ദൈവമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. പിന്നെ നിൽക്കുന്നവർ ശ്രദ്ധിക്കുക, നിങ്ങളെ ഇപ്പൊ തന്നെ കർത്താവ് സുഖപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ സൗഖ്യം കിട്ടാൻ പോവുകയാണ്. നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണം. ഞങ്ങൾ ആശുപത്രിയിൽ പോയി സൗഖ്യം വാങ്ങാൻ പോകുന്നു എന്നല്ല കരുതേണ്ടത്. ഇപ്പോൾ പ്രാർത്ഥിച്ച് ഞങ്ങൾ എല്ലാവരും ഒന്നുകൂടെ പ്രാർത്ഥിക്കും. നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ കർത്താവ് സൗഖ്യം തരാൻ പോവുകയാണ്. പ്രത്യേകിച്ച് സ്പോണ്ടിലോസിസ് ഉള്ള എല്ലാവരെയും കർത്താവ് ഇപ്പോൾ തന്നെ സൗഖ്യപ്പെടുത്താൻ പോവുകയാണ്. നട്ടലിൻ്റെ മുകളിലും താഴെയും ഹിപ്പ് ജോയിൻസിനുമൊക്കെ പ്രശ്നങ്ങൾ ഗൗരവമായിട്ടുള്ള എല്ലാവരെയും കർത്താവ് സുഖപ്പെടുത്താൻ പോവുകയാണ്. തലവേദന, പ്രത്യേകിച്ച് മൈഗ്രെയിനുള്ള എല്ലാവരെയും കർത്താവ് സുഖപ്പെടുത്താൻ പോവുകയാണ്. ഇവിടെ ദൈവത്തിൻ്റെ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് വെളിപ്പെടുത്തിയതാണ് ഞാൻ നിങ്ങളോട് ഇന്ന രോഗങ്ങൾ ഉള്ളവർ എഴുന്നേക്കാൻ പറഞ്ഞത്. അവിടുന്ന് വെളിപ്പെടുത്തി ഞാൻ പറഞ്ഞു. ഇനി അവിടുത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നു, യേശു വന്ന് നിങ്ങൾ സുഖപ്പെടുത്തുന്നു. ഞങ്ങളിവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല. നിങ്ങൾ വിശ്വസിച്ചാൽ കർത്താവിൻ്റെ മഹത്വം കാണാൻ പോവുകയാണ്. നിങ്ങൾ വിശ്വസിച്ചാൽ കർത്താവിൻ്റെ മഹത്വം കാണുമെന്ന് യോഹന്നാൻ 11:40 രേഖപ്പെടുത്തിയിരിക്കുന്നു. നിങ്ങൾ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണാൻ പോവുകയാണ്. എല്ലാവരും ഒന്നിച്ച് ഒന്നുകൂടെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. കർത്താവേ നന്ദി നന്ദി. ദൈവമേ സ്തോത്രം സ്തോത്രം സ്തോത്രം. നിന്റെ പ്രിയപ്പെട്ട മക്കൾ ഹല്ലേലൂയ. യേശുവേ, തലയ്ക്കകത്തും കഴുത്തിനകത്തും തോളിനകത്തും നട്ടലിനകത്തും എല്ലാം വിടുതൽ കിട്ടി ഇപ്പോൾ തന്നെ അനുഗ്രഹിക്കപ്പെടാൻ പോകുന്നു. കർത്താവേ കർത്താവേ കർത്താവേ, അങ്ങയുടെ നാമം, പരിപാവനമായ നാമം, ക്രൂശിൽ തൂങ്ങി മരിച്ച നാമം, ആ നാമത്തിൽ ഉത്ഥാനം ചെയ്ത നാമം, അത് യേശുവിൻ്റെ നാമം, യേശുവിൻ്റെ നാമം. ഹല്ലേലൂയ. നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ഒന്ന് ഇടത്തോട്ടും വലത്തോട്ടും എല്ലാവരും ചെരിഞ്ഞ് തലയും ഒന്ന് ആടിക്കോട്ടെ, തലയും ഒന്ന് ആടിക്കോട്ടെ. നിൽക്കുന്നിടത്ത് നിന്നുകൊണ്ട് ഓക്കെ. ഇങ്ങനെ തോള് ഒന്ന് എടുത്ത് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്ത് 3-4 പ്രാവശ്യം തോളൊന്നെടുത്ത് ഇങ്ങനെ മുകളിലോട്ട് ഉയർത്തി. സ്പോണ്ടിലോസിസ് മാറിയത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ തോള് 3-4 പ്രാവശ്യം ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്തേ. തലവേദന ഉള്ളവരോട് അങ്ങ് ചെയ്തോ, ആർക്ക് ചെയ്തോന്നേ. നമ്മളെല്ലാവരും ഒന്നിച്ച് ഒരു യൂണിഫോമിറ്റി ആയിക്കോട്ടെ. ഓക്കെ. 3-4 പ്രാവശ്യം കുനിയുകയും നിവരുകയും ചെയ്ത്, നല്ലതുപോലെ കുനിയുകയും നിവരുകയും ചെയ്ത് നിൽക്കുന്ന എല്ലാവരും അനുഗ്രഹിക്കപ്പെടുകയാണ്. ഇരിക്കുന്നവർ ഒന്നിച്ച് എല്ലാവരും ഒന്നുകൂടെ സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. കർത്താവ്, ഇപ്പോൾ നിന്റെ ആത്മാവ് വ്യാപരിക്കുന്നു, സർവാത്മാവ് ഇതാ വ്യാപരിക്കുന്നു. കർത്താവ്, എല്ലാവരും രോഗങ്ങൾ നീ എടുത്തു മാറ്റുന്നു, ശാപങ്ങൾ നീ എടുത്തു മാറ്റുന്നു, വേദനകൾ നീ എടുത്തു മാറ്റുന്നു, കെട്ടുകൾ നീ അഴിച്ചു കളയുന്നു, പിശാചിനെ നീ ഓടിക്കുന്നു, പിശാചിനെ നീ ഓടിക്കുന്നു, പിശാചിനെ നീ ചാടിക്കുന്നു. ദൈവാത്മാവ് ഇതാ നിറയുന്നു, കർത്താവിന്റെ കൃപ കൊണ്ട് ഇതാ നിറയുന്നു, ദൈവത്തിന്റെ പരമമായ ശക്തിയാൽ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഇപ്പോൾ ഈ അത്ഭുതം നടക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഓക്കെ. ഒന്നുകൂടി ഇങ്ങനെ കാലൊന്ന് വലിച്ചു കുടഞ്ഞ്. ഞാൻ ടി വിയിൽ ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കും, നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമല്ലോ. കാലിങ്ങനെ 2 പ്രാവശ്യം ഒന്ന് മടക്കി വലിച്ചു കുടഞ്ഞ് ഇങ്ങനെ നല്ലപോലെ ഒന്ന് കുനിയുകയും നിവരുകയും ചെയ്ത്, നല്ലതുപോലെ ഒന്ന് കുനിയുകയും നിവരുകയും ചെയ്ത് ഈ കഴുത്തിൻ്റെ അകത്തെ എല്ലുകൾ ദ്രവിച്ചത് സുഖപ്പെട്ടത് കാണാൻ വേണ്ടി ഇങ്ങനെ പണ്ടൊക്കെ മുളകരയ്ക്കുന്ന പോലെ ഇങ്ങനെ തലയൊന്നിങ്ങനെ നാട്ടിക്ക്. തലവേദനയും ഉള്ളവരും ഒന്ന് അങ്ങനെ ഒന്ന് ചെയ്തത്. ഇങ്ങനെ തല സുഖപ്പെട്ടു, തലവേദനയൊക്കെ പോയി.
സ്പോണ്ടിലോസിസ് ഒക്കെ സുഖപ്പെട്ടു. നിങ്ങളെ കൊണ്ട് ഞാൻ എക്സർസൈസ് ചെയ്യിപ്പിക്കുക. അത് നിങ്ങളെ കർത്താവ്, നിങ്ങളുടെ കർത്താവാ, ഞങ്ങളുടെ കർത്താവല്ല, നമ്മുടെ കർത്താവാണ്. യേശു നിങ്ങളെ പാപം മോചിച്ചു, യേശു നിങ്ങളുടെ രോഗം മോചിച്ചു. യെശയ്യാവ് 53:4 അവൻ ഞങ്ങളുടെ രോഗങ്ങൾ ചുമന്നുകൊണ്ട് പോയി എന്ന് വചനം എഴുതി വെച്ചിരിക്കുന്നു. പുറപ്പാട് 15:26 യഹോവ സുഖപ്പെടുത്തുന്ന കർത്താവാണ് എന്ന് വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. രോഗികൾ സുഖപ്പെടുക, അവർ വിശുദ്ധീകരിക്കപ്പെടുക, ഇത് ദൈവത്തിന്റെ പരമമായ കാഹളധ്വനിയുടെ അർത്ഥമാണ്, സ്നേഹമാണിത്. ഓക്കെ, ഒന്നുകൂടി 2 കൈയും വലിച്ചു കുടഞ്ഞ് ഒന്നിച്ചല്ല 2 പ്രാവശ്യമായിട്ട് കാലുകൾ ഇങ്ങനെ വലിച്ചു കുടഞ്ഞ് ഇഷ്ടംപോലെ കുനിയുകയും നിവരുകയും ചെയ്ത് നല്ലപോലെ ഒന്ന് കുനിയുകയും നിവർന്നേ. എന്താണ് ഇങ്ങനെ മടിക്കുന്നേ? ഓക്കെ, ഇനി മനസ്സാക്ഷിയോട് ചോദിക്കേ, ഭയങ്കരമായ ഒരു വേദന ഉണ്ടായിരുന്നിടത്തൊരു ആശ്വാസം മനസ്സിലായോ? നിങ്ങളുടെ എളിക്കും നിങ്ങളുടെ കഴുത്തിനുമൊക്കെ വേദന ഉണ്ടായിരുന്നിടത്ത് ഒരു വലിയ ആശ്വാസം കിട്ടിയതായിട്ട് നിങ്ങൾക്ക് മനസ്സിലായോ? നിങ്ങൾക്ക് ആശ്വാസം കിട്ടിയെന്ന് നിങ്ങൾക്ക് മനസ്സിലായി എങ്കിൽ അത്തരം ആളുകൾക്ക് മെല്ലെ കൈയൊന്ന് ഉയർത്താം. ആഹാ, ഇതാരാ ഇത് തന്നെ? യേശു. ഇതാരാ ഇത് തന്നെ? യേശു. ഇതാരാ ഇത് തന്നത്? യേശു. ഇതാരാ ഇത് തന്നത്? എല്ലാവരും ഉറക്കെ പറഞ്ഞ് യേശു. കൈകൾ കൊട്ടിക്കൊട്ടി കർത്താവിനെ ഒന്ന് മഹത്വപ്പെടുത്തിക്കേ. കൈകൾ ഉച്ചത്തിൽ കൊട്ടി കർത്താവിനെ മഹത്വപ്പെടുത്തിക്കേ. കൈകൾ ഉച്ചത്തിൽ കൊട്ടുക, കുറച്ചുകൂടെ ശബ്ദത്തിൽ കൈകൾ കൊട്ട്. ദൈവപ്രവൃത്തിയാണിത്, ദൈവത്തിന്റെ പ്രവൃത്തിയാണിത്. ഇത് ദൈവം പ്രവർത്തിച്ചതാണ്, കർത്താവ് പ്രവർത്തിച്ചതാണ്, യേശുവാണ് ഇത് പ്രവർത്തിച്ചത്. യേശു ഇത് തന്നിരിക്കുകയാണ്. മാറ്റിക്ക് നവീകരണത്തിലും പെന്തക്കോസ്ത് നവീകരണത്തിലും രണ്ടും കൂടെ കൂടിയെടുത്തും മനുഷ്യൻ്റെതായ ജാടകൾക്കൊന്നിനും യാതൊരു സ്ഥാനവുമില്ല. മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുകയും ക്രിസ്തുവിലും വിശ്വസിക്കുകയും ചെയ്യുമ്പോൾ സംഭവിക്കുന്ന ഒരു രാസപരിണാമമാണ് പരിശുദ്ധാത്മാവിനെ കിട്ടുക എന്നത്. അത് കിട്ടുമ്പോൾ ചിലർക്ക് അന്യഭാഷയിൽ ദൈവത്തെ ആരാധിക്കുവാനും വചനത്തോട് കൂടുതൽ അടുപ്പവും കിട്ടുന്നു. വേറെ ചിലർക്ക് വചനത്തോട് നല്ല താല്പര്യവും ഒപ്പം ദൈവത്തിൻ്റെ വചനം പാടുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള എല്ലാ കൃപാവരങ്ങളും കർത്താവ് തരുന്നു. ഇതിന് പലർക്കും പല വിധത്തിലാണ് ഈ വെളിപ്പാടുകൾ കിട്ടുന്നത്. നിങ്ങൾക്കറിയാം, പത്മോസ് ദ്വീപിൽ ഇരുന്നു കൊണ്ട് യോഹന്നാൻ കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്ത വെളിപ്പാടുകൾ മുഴുവനും ലോക അവസാനത്തിലേക്ക് വെളിച്ചം വീശുന്ന കാര്യങ്ങളാണ്. ഞാൻ ഒരു ബിംബാരാധന മതത്തിലായിരുന്നു, അത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അങ്ങനെയുള്ള ഒരാളെ അവിടെ നിന്നും രക്ഷിച്ച് ദൈവവചനത്തിൻ്റെ ശുശ്രൂഷിക്കുന്ന ഒരാളാക്കണമെങ്കിൽ എനിക്ക് എന്ത് തരണമോ അത് കർത്താവിന് അറിയാമായിരുന്നു. അതിന് അവിടുന്ന് തരികയാണ് ചെയ്തത്. അത് എൻ്റെ യോഗ്യത കൊണ്ടല്ല. അങ്ങനെ കിട്ടിയ 2-3 കാര്യങ്ങൾ പറയട്ടെ. അതെല്ലാം അതിശയോക്തികരമാണ്, ഒത്തിരി അതിശയോക്തികരമാണ്. ഒരു രാത്രിയിൽ കാസർഗോഡ് ജില്ലയിലെ കമ്പല്ലൂർ ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ അടുത്ത് ഒരു വാടക വീട്ടിൽ ഞാനും അമ്മയും ഭാര്യയും 2 കൊച്ചു കുഞ്ഞുങ്ങളും താമസിക്കുകയായിരുന്നു. ആ കുഞ്ഞുങ്ങളെല്ലാം ഇപ്പോൾ വളർന്ന് അവരുടെ വിവാഹമൊക്കെ കഴിപ്പിച്ചു. അവിടെ റിപ്പർ ചന്ദ്രൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ തലയിൽ ചുറ്റിക കൊണ്ട് അടിച്ച് കൊല്ലുന്ന ഒരു കാട്ടുകള്ളൻ ആ കാലഘട്ടത്തിൽ പറശ്ശിനിക്കടവിലും കണ്ണൂരിൻ്റെ പല സ്ഥലങ്ങളിലും പല വേഷത്തിലും ഭാഷയിലും നടന്നിരുന്നു. ഇപ്പം നമ്മൾ ഈ ഓം പ്രകാശ് എന്നൊക്കെ പറയുന്ന വലിയ ഗുണ്ടകളെ കാണുന്ന പോലെയുള്ള ഒരു ഗുണ്ടാത്തലവനായിരുന്നു അയാൾ. ആ നാട്ടിൽ രാത്രി കാലങ്ങളിൽ നടക്കുന്ന വിവരം പോലീസ് അറിയിക്കുകയും ഞങ്ങൾ ആണുങ്ങളൊക്കെ ഷിഫ്റ്റായിട്ട് മാറി മാറി വീടിൻ്റെ അടുത്ത് മുറ്റത്ത് വന്നിരുന്ന് ഒച്ചയിൽ ചീട്ട് കളിച്ചും തീ കത്തിച്ചും ഒക്കെ ഒച്ച വെച്ചുമൊക്കെ ഇരിക്കണമെന്നതായിരുന്നു നിർദ്ദേശം. അങ്ങനെ എൻ്റെ ഷിഫ്റ്റെല്ലാം കഴിഞ്ഞ് ഒരു 1:30 കൂടി ഞാൻ ആ വീട്ടിൽ അമ്മ, ഭാര്യ, മക്കൾ ഇവരൊക്കെ ഉള്ളെടുത്ത് ആ മുറിയിൽ ഉറങ്ങാൻ കിടന്നു. ഒരു കാൽപ്പെരുമാറ്റം കേൾക്കുന്നു എന്ന് എല്ലാവരും പറഞ്ഞു. ഞാൻ നോക്കിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല, കേട്ടില്ല. റിപ്പറാണെങ്കിൽ പെണ്ണുങ്ങളെ ഒന്നും ചെയ്യുകയില്ല, അവൻ ആണുങ്ങളെ തല്ലിക്കൊല്ലും. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര പേടിയായി. പേടിച്ച് വിറച്ചിരിക്കുമ്പോഴാണ് എന്നെ രാത്രി 2 മണിക്ക് തൊട്ട് മുമ്പുള്ള സമയത്ത് ആരോ ഇങ്ങനെ തോണ്ടുകയാണ്. റിപ്പർ ചന്ദ്രനായിരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് സകല ജീവനും പോയാണ് ആരാണ് എന്ന് ഞാൻ ഉറക്കെ ചോദിക്കുന്നത്. ശൗലിനോട് അന്ന് പറഞ്ഞവൻ
അവനായിരുന്നു അത്. നിന്നെ രക്ഷിച്ച യേശുവാണ് ഞാൻ എന്ന് മറുപടി. എനിക്ക് കാണാൻ പറ്റുന്നില്ല. അഭൗമമായ ഒരു സൂര്യപ്രകാശത്താൽ ആ മുറി മുഴുവൻ അങ്ങോട്ട് നിറഞ്ഞു. നോട്ട് ബുക്ക് എടുക്കാൻ പറഞ്ഞു, പേന എടുക്കാൻ പറഞ്ഞു. ഞാൻ നോട്ട് ബുക്കും പേനയും എടുത്തു. അപ്പോൾ മുതൽ 4:15 മണി വരെ തുടർച്ചയായിട്ട് അവൻ പല കാര്യങ്ങളും പറഞ്ഞു. പറഞ്ഞതിൽ 66 പുസ്തകങ്ങളിലെ കാര്യമേ ഉള്ളൂ. കത്തോലിക്ക ബൈബിളായ POC ബൈബിളിൽ ഉള്ള 1, 2 മക്കബായർ എന്ന പുസ്തകത്തിൽ നിന്നോ അല്ലെങ്കിൽ ജ്ഞാനം എന്ന പുസ്തകത്തിൽ നിന്നോ ബാറൂഖ് എന്ന പുസ്തകത്തിൽ നിന്നോ ഒരു കാര്യവും യേശു പറഞ്ഞു തന്നില്ല. 66 ബൈബിൾ ബുക്കിലെ പ്രധാന ആശയങ്ങൾ വേഗം പറഞ്ഞു തന്നു. ഞാൻ അതെല്ലാം എഴുതി. മുഖത്തോട്ട് നോക്കത്തില്ല, സൂര്യനാണ്, സൂര്യനേക്കാൾ വലിയ പ്രകാശമാണ്. പാപിയായി എന്നിൽ നിന്നും അകന്നു പോകണമേ എന്നൊക്കെ ഹൃദയം കൊണ്ട് പറയുകയും കരയുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. എൻ്റെ ബുക്ക് തീർന്നപ്പോൾ മണി 4:15. തമ്പുരാൻ പ്രകാശമായി വന്നവൻ പെട്ടെന്ന് അവിടുന്ന് അപ്രത്യക്ഷമായി. എൻ്റെ പ്രിയരെ, തൊട്ടടുത്ത ദിവസം സമീപത്തുള്ള സ്കൂളിൽ പോകാൻ ഞാൻ ശ്രമിക്കുമ്പോഴാണ് അടുത്തുള്ള പള്ളിയിലെ അച്ഛന്മാർ എന്നെ ധ്യാനിപ്പിക്കാൻ വിളിക്കാൻ വരികയാണ്. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നില്ല. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇന്നലെ രാത്രിയിൽ യേശു വന്ന് പല കാര്യങ്ങളും പറഞ്ഞു തരികയും എഴുതുകയും ചെയ്തില്ലേ, ഇനി അങ്ങോട്ട് കൊണ്ടുപോയി തുടങ്ങിയ പോരെ, എന്തിനെങ്കിലും വിഷമിക്കണോ? അങ്ങനെയാണ് പ്രിയമുള്ളവരെ ഞാൻ പ്രസംഗിക്കാൻ പോകാൻ തുടങ്ങി. അന്ന് മുതൽ ഇന്ന് വരെ ദൈവത്തിൻ്റെ വചനം ശുശ്രൂഷിക്കുകയാണ്. എവിടെ പോകുമ്പോഴും ആളുകളോട് വളരെ വ്യക്തമായ ഭാഷയിൽ വചനത്തെയും വചനത്തിൻ്റെ അർത്ഥതലങ്ങളെയും അനുഭവങ്ങളെയും പറയുന്ന കാര്യത്തിന് വിമർശിക്കുന്നവരേറെയാണ്. എനിക്കതൊന്നും കാര്യമായൊരു പ്രശ്നമല്ല. ഞാൻ ഒരു കാവുന്തല എന്ന സ്ഥലത്ത്, അത് ചിറ്റാരിക്കാൽ എന്നൊക്കെ പറയുന്ന കാസർഗോഡ് ജില്ലയുടെ ഒരു ഭാഗമാണ്, അവിടെ കുര്യാക്കോസ് പുന്നൂർ എന്ന് പറയുന്നൊരു അച്ഛൻ ധ്യാനിപ്പിക്കുകയായിരുന്നു. ഒരു 20,000-ഓളം ആളുകളുണ്ട്. എല്ലാവരും കൂടി ഒന്നിച്ച് സ്തോത്രം പറഞ്ഞ് ആരാധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചോ എന്ന് പറഞ്ഞു. എനിക്കും കണ്ണടച്ചിരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ദിവ്യമായ ദർശനം കിട്ടി. ഒരു വലിയ ഗോവണി ഇങ്ങനെ ആകാശത്തിലേക്ക് ഉയർന്നു നിൽക്കുന്നു. നമ്മളൊക്കെ മാലാഖമാരെന്ന് പറയുന്നവരില്ലേ, അവരിങ്ങനെ മനുഷ്യൻ്റെ തലമുടി കുത്തിന് പിടിച്ച് മനുഷ്യരെയും എടുത്തുകൊണ്ട് മുകളിലേക്ക് പോകുന്നു, മറുവശത്തുകൂടി താഴത്തേക്ക് വരുന്നു. ഈ സംഭവം ദർശനത്തിൽ കിട്ടിയപ്പോൾ സ്റ്റേജിൽ നിന്ന് ഒരു ഭക്തൻ വിളിച്ചു പറഞ്ഞു, ആർക്കാണ് യാക്കോബിൻ്റെ ഗോവണി കിട്ടിയത്? അപ്പം എനിക്കറിയില്ലായിരുന്നു ഇത് യാക്കോബിൻ്റെ ഗോവണിയാണെന്ന്. കാരണം വചനമൊന്നും ഞാൻ അങ്ങനെ പഠിച്ചിരുന്നില്ല. എന്നാൽ എനിക്കവിടെ നിന്നും എഴുന്നേൽക്കേണ്ടി വന്നു. അവർ വിളിച്ചു പറഞ്ഞു, ആത്മാവിനെ നേടുവാനുള്ള ശുശ്രൂഷ വരം കിട്ടിയിരിക്കുകയാണ്. ഇങ്ങനെ പടിപടിയായിട്ട് ഓരോ വരങ്ങൾ കിട്ടിയതോടുകൂടി എൻ്റെ പ്രസംഗങ്ങളിൽ മറിയത്തെക്കുറിച്ചുള്ള പ്രസംഗം തീർന്നു, പുണ്യവാന്മാരെക്കുറിച്ചുള്ള പ്രസംഗങ്ങൾ തീർന്നു, അച്ഛന്മാരെ പൊക്കിപ്പറയുന്ന അവസാനം നിന്നു, കുമ്പസാരം, കുർബാന മുതലായ മാന്ത്രികനായ മജീഷ്യൻ്റെ അത്തരം പരിപാടികളെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നിന്നു. ഞാൻ പ്യുവർ വചനം പറയാൻ തുടങ്ങിയപ്പോൾ കാത്തലിക് സഭ എനിക്കെതിരെ അന്വേഷണ കമ്മീഷൻ വെച്ചു. 19 PhD-കാരായ പുരോഹിതന്മാരും 2-3 ബിഷപ്പും ചേർന്ന് തലശ്ശേരിയിൽ എന്നെ പിടിച്ച് കുറേ കാര്യങ്ങളൊക്കെ ചോദിക്കുകയും പറയുകയൊക്കെ ചെയ്തിട്ട് പ്രിയരെ എന്നെ ഒരു ചെറിയ ശിക്ഷ, അതായത് ബൈബിൾ പഠിക്കാൻ വേണ്ടി വിട്ടു. ഉർവശി ശാപം ഉപകാരപ്രദമായി. ഞാൻ ഡിവൈൻ ധ്യാന മന്ദിരത്തിൽ ബൈബിൾ പഠിക്കാൻ വേണ്ടി എത്തുകയാണ്. അവിടെ കത്തോലിക്ക ബൈബിള് ഗ്രീക്ക് ഭാഷയിൽ നിന്നും എബ്രായ ഭാഷയിൽ നിന്നും ഇംഗ്ലീഷിൽ നിന്നും ട്രാൻസ്ലേറ്റ് ചെയ്ത് മലയാളം എഴുതിയ ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം എന്ന ഉർബൻ സർവകലാശാലയിൽ നിന്ന് 2 PhD എടുത്ത പ്രഗത്ഭനായ ഒരു അച്ഛനാണ് ബൈബിൾ കോളേജിൻ്റെ പ്രിൻസിപ്പൽ. അദ്ദേഹം ബൈബിളിലെ സത്യങ്ങൾ എഴുതിയതിൻ്റെ പേരിൽ സ്വന്തം രൂപതയിൽ നിന്നും പുറത്തായ ആളാണ്. കുർബാന വിലക്കപ്പെട്ടിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം ഞങ്ങളെ 18 പേരെ ബൈബിൾ മുഴുവനും പഠിപ്പിച്ചു. ജലത്തിൽ മുങ്ങിയുള്ള സ്നാനത്തിൻ്റെ പ്രസക്തി, കുർബാന എന്നത് അങ്ങനെ അല്ല വേണ്ടത്, അത് കർത്തൃമേശയാണ് വേണ്ടത്, കുമ്പസാരിക്കുമ്പോഴല്ല പാപം പോകുന്നത്, ക്രിസ്തുവിൻ്റെ രക്തത്താലാണ് പാപം പോകുന്നത്, പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുന്നത് ഇങ്ങനെയാണ് എന്ന് തുടങ്ങിയുള്ള എല്ലാ കാര്യങ്ങളും ഡോക്ടർ മൈക്കിൾ കാര്യമറ്റം മുഖാന്തരം ആ കാലഘട്ടത്തിൽ ഞങ്ങൾ പഠിച്ചു.
പഠിച്ചുകൊണ്ടിരുന്ന കാലഘട്ടത്തിൽ ഇവിടെ ഷാർജയിൽ ഞാൻ വരികയും പോവുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, അതോടുകൂടി ഇനി ഒട്ടും താമസിക്കേണ്ടതില്ല. ദൈവത്തിൻ്റെ വചനത്തിൻ്റെ സത്യങ്ങളെല്ലാം മനസ്സിലായതോടുകൂടി ഞാൻ നേരെ DGS ദിനകരനെ കാണുവാൻ, കാരണം അന്ന് ഇതുപോലെയുള്ള പാസ്റ്റർമാരെ ഒന്നും എനിക്ക് അറിയില്ല. ഞങ്ങളുടെ ആ ഭാഗങ്ങളിൽ കത്തോലിക്കരുടെ എണ്ണം കൂടുതലായതുകൊണ്ട് പെന്തക്കോസ്ത് നവീകരണത്തോട് എല്ലാവർക്കും ഒരു പുച്ഛവും, പാസ്റ്റർമാരെന്നൊക്കെ പറഞ്ഞാൽ അവരോടൊന്നും ഒരു താല്പര്യമില്ലാതെ ജനത്തെ ഇങ്ങനെ പുരോഹിതന്മാരാക്കി വെച്ചിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആരെക്കുറിച്ചും അറിയില്ലാത്തത് കൊണ്ട് TV-യിലൊക്കെ കണ്ടിട്ടുള്ള DGS ദിനകരൻ്റെ അടുത്തേക്ക് ചെന്നു. അദ്ദേഹം എന്നെ സ്നാനപ്പെടുത്തി. അദ്ദേഹം പറയുകയുണ്ടായി, ഞാനങ്ങനെ പരസ്യമായിട്ട് ആരെയും സ്നാനപ്പെടുത്താറില്ല എന്ന് പറയുകയുണ്ടായി. എങ്കിലും എനിക്കും കൂടെ ഉണ്ടായിരുന്ന ചിലർക്കും സ്നാനം തന്നു. പിന്നെയും 2 വർഷം മിച്ചം എൻ്റെ കൂടെയുള്ള പ്രിയപ്പെട്ട കൂട്ടുകാർ 120 ആണുങ്ങളുണ്ടായിരുന്നു. 120 പുരുഷന്മാരും അവരുടെ ഭാര്യ, മക്കൾ മുതലായവരും. ഇവർ ഈ സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കണമെന്നതിൻ്റെ അർത്ഥതലങ്ങൾ മനസ്സിലാക്കുകയില്ലാത്തത് കൊണ്ടും എതിർക്കുന്നത് കൊണ്ടും ഞാൻ എൻ്റെ സ്നാന തത്വം രഹസ്യമായിട്ട് വെച്ചു. എൻ്റെ ഭാര്യയ്ക്ക് മാത്രം അറിയാം. ഞങ്ങളുടെ ആത്മീയ പ്രസ്ഥാനങ്ങളുടെ കോർഡിനേറ്റർ അബ്രാഹം കൈപ്പംപ്ലാക്കൽ എന്ന ആളിന് മാത്രം അറിയാം. രഹസ്യമായി വെച്ചു. എന്നിട്ട് കോർണർ മീറ്റിങ്ങുകൾ 2 കൊല്ലം കൊണ്ട് നടത്തി എൻ്റെ പ്രിയപ്പെട്ട 120 കുടുംബങ്ങളെയും മാറി മാറി നടന്ന് സ്നാനത്തിൻ്റെ സത്യങ്ങൾ പഠിപ്പിച്ചു. അങ്ങനെ അവരും എല്ലാവരും സ്നാനം എടുക്കുവാൻ, സ്വീകരിക്കുവാൻ തയ്യാറാകുന്നതോടുകൂടി 2008 ദൈവം എനിക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിച്ചു. എന്തെന്ന് വെച്ചാൽ, ഞങ്ങൾ നാഗാലാൻഡിൽ ഒരിക്കൽ ധ്യാനിപ്പിക്കാൻ പോയായിരുന്നു. അവിടെ വെച്ച് ബ്രസ്റ്റ് ക്യാൻസർ ഒരു മദർ എന്ന നൺ സിസ്റ്ററിൻ്റേത് മാറിയായിരുന്നു. അവരെ അന്ന് പറഞ്ഞായിരുന്നു, അവരുടെ അടുത്തുള്ള പ്രോപ്പർട്ടി വാങ്ങാൻ കിട്ടാത്തത് കൊണ്ട് സ്കൂൾ നടത്താൻ പറ്റാതെയുള്ള സംവിധാനമുള്ള 2 കോൺവെൻറ്റ് വിൽക്കാൻ പോകാമെന്ന് പറഞ്ഞായിരുന്നു. അന്ന് ഞാൻ അവരോട് പറഞ്ഞു, കോൺവെൻറ്റ് വിൽക്കുമ്പോൾ എന്നെ അറിയിക്കണമെന്ന്. അവർ പിന്നീട് അറിയിച്ചു. 55 ലക്ഷം രൂപയ്ക്ക് ചെറുപുഴയ്ക്കടുത്ത് കത്തോലിക്കരുടെ ഒരു കോൺവെൻറ്റ് അവർ വിറ്റു. നേരിട്ട് എനിക്ക് കിട്ടുകയില്ലാത്തതുകൊണ്ട് മൂന്നാമൻ മുഖാന്തരം ഞാൻ വാങ്ങിച്ചു. അവിടെ ഞങ്ങൾ ആത്മാഭിഷേകം വചനാശ്രമം സ്ഥാപിച്ചു. അത് ഉദ്ഘാടനം ചെയ്യുവാൻ കുഞ്ഞപ്പി പാസ്റ്ററും വന്നിരുന്നു. അത് വേണ്ടതുപോലെ പ്രസംഗം പറഞ്ഞ് ആശീർവദിക്കുവാൻ വേണ്ടിയിട്ട് പാസ്റ്റർ KC ജോൺ എത്തിയിട്ടുണ്ടായിരുന്നു. AG സഭയുടെ പാസ്റ്റർ VT അബ്രാഹം അവിടെ വെച്ച് എനിക്ക് ഓർഡർ തന്നു. അങ്ങനെ ആ 120 പേരും എൻ്റെ കൈക്കഴി സ്നാനം വെച്ചു. 2008 ഫെബ്രുവരി മുതൽ 2009 ഫെബ്രുവരി വരെ ഞങ്ങളുടെ ആത്മാഭിഷേകം വചനാശ്രമത്തിൽ 3400 പേര് സ്നാനമെടുത്ത് വിശുദ്ധ ജീവിതം ആരംഭിച്ചു. ഞങ്ങൾ അവിടെ ദൈവം വിഷൻ തന്ന അനുസരിച്ച് 2 ഓൾഡ് ഏജ് ഹോമുകൾ ആരംഭിച്ചു. അച്ചാച്ചന്മാർ 50-ലധികമുണ്ട്, അമ്മച്ചിമാർ 100-ൽ താഴെയുണ്ട്. ഇവരെല്ലാം മെൻ്റലി ഹാൻഡിക്യാപ്ഡാണ്. നിങ്ങളെപ്പോലെയുള്ള അനേകം ആളുകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നും അച്ഛൻ കിളിക്കൂടെന്നും അമ്മ കിളിക്കൂടെന്നും പറയുന്ന ആ സ്ഥലത്തേക്ക് ചിലപ്പോഴൊക്കെ 5, 50, 100 രൂപ അയച്ചു തരും. അത് നഖത്തിനിടയിൽ കട്ടുകൊണ്ടു പോകാതെ അവർക്ക് മരുന്നായും വസ്ത്രമായും സ്നേഹമായും ഞങ്ങൾ പങ്കുവെച്ച് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അവരും എല്ലാവരും സ്നാനപ്പെട്ട് വിശുദ്ധ ജീവിതം നയിക്കുകയാണ്. അങ്ങനെ ആത്മാഭിഷേകം എന്ന പേരിൽ ഞങ്ങൾ അവിടെ ഇവിടെയായിട്ട് കൊച്ചു കൊച്ചു ചർച്ചുകൾ നടത്തുന്നുണ്ട്. ഇങ്ങനെ ചർച്ച് നടത്തുന്ന ചർച്ച് ഡെവലപ്മെൻറ്റ് ശുശ്രൂഷ ഉണ്ടായിട്ടല്ല. ചിലർ ഡയറക്റ്റായിട്ട് പെന്തക്കോസ്ത് ആധ്യാത്മികതയിലേക്ക് വരുവാൻ മടിച്ചു നിൽക്കുന്നവരുണ്ട്. അവർക്കൊരു ഇടത്താവളമായിട്ട് ചില ഇടങ്ങളിൽ ഞങ്ങൾ ചില ചർച്ച് പോലെയുള്ള ശുശ്രൂഷകൾ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ഞങ്ങളുടെ ആധ്യാത്മിക ശുശ്രൂഷയെ കർത്താവ് നയിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഇപ്പോൾ അവിടെ കർത്താവ് തന്നൊരു വിഷൻ അനുസരിച്ച് ഞങ്ങൾ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പണിതുകൊണ്ടിരിക്കുകയാണ്. ഉദ്ദേശിക്കുന്ന ഇതാണ്, ദൈവം തരികയാണെങ്കിൽ പാസ്റ്റർമാരും അവരുടെ കുടുംബങ്ങളും അങ്ങനെയുള്ള ആളുകൾക്കും ഒരു 50% വിലയ്ക്ക് മരുന്ന് കൊടുക്കാൻ പറ്റുക. പുരോഹിതന്മാർക്കും സിസ്റ്റേഴ്സിനും ഒക്കെ തന്നെയും ജനപ്രതിനിധികളാണല്ലോ, കുറേ അധികം ജനങ്ങളുള്ളവർക്ക് ഇങ്ങനെ മരുന്നൊക്കെ വില കുറച്ച് കൊടുക്കാൻ പറ്റുക. ദാരിദ്ര്യരേഖയ്ക്ക് താഴെ റേഷൻ കാർഡ് അനുസരിച്ച് വിഷമിക്കുന്നവർക്ക് അവർക്കും 25% കൂടുതൽ വില മേടിക്കാതെ ഔഷധം മരുന്ന് കൊടുക്കാൻ പറ്റുക. ക്യാൻസറും ട്യൂമറും തളർവാദവും ഒക്കെ ഉള്ളവർക്ക് ചികിത്സിക്കാൻ പറ്റുക. ഈ അർത്ഥത്തിൽ ഒരു മൾട്ടി സ്പെഷ്യാലിറ്റി ആശുപത്രി തുടങ്ങുവാൻ
ഞങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. WHO ഒരു ജനീവയിൽ നിന്ന് ഒരു സംഘം അവിടെ സന്ദർശിക്കുകയും അവരും ആവശ്യമായ സാമ്പത്തികമല്ല മിഷനറീസ് എല്ലാം ഇറക്കി തരികയും ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ട്. ന്യൂയോർക്കിൽ നിന്നും ഒരു സംഘം അവിടെ വന്നു കഴിഞ്ഞു. അവരും പറയുകയുണ്ടായി, ഞങ്ങളും കഴിവതും നിങ്ങളെ സഹായിക്കാം, കുറച്ച് ബെഡോ എന്തെങ്കിലുമൊക്കെ തരാമെന്ന്. എന്നാലും 4000 കോടിയോളം രൂപ മുടക്ക് പ്രതീക്ഷിക്കുന്ന ഒന്നാണ്. കോടീശ്വരനായ ഒരു മുതലാളി സ്വർഗത്തിലുണ്ട്, ക്രിസ്തുവാണ്. അവൻ്റെ ആണിപ്പഴുതിനകത്ത് സമ്പത്തും കോടികളുണ്ട്, ആത്മീയതയും കോടികളുണ്ട്, എല്ലാം അവൻ്റെ കൈവശമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ശുശ്രൂഷ കേന്ദ്രം കൂടി ഞങ്ങൾ അവിടെ തുടങ്ങാൻ പോവുകയാണെന്ന് പറയുന്നത് ഈ കർത്താവിനെ വിശ്വാസത്താൽ സ്വീകരിക്കുമ്പോൾ പ്രവൃത്തിയാലും അവനെ തിരിച്ചറിയാൻ വേണ്ടിയാണ്. എന്നോട് പിന്നെ പാപ്പച്ചൻ പാസ്റ്റർ പറയുകയുണ്ടായി, അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ഇവിടെ ഇരിക്കുന്ന കൂട്ടുകാരും മക്കളും ഒക്കെ കൂടി അനേകം ആളുകൾക്ക് ഈ ദിവസങ്ങളിൽ ഇമെയിൽ അയക്കുകയും ഫോണിലൂടെ വിളിച്ചു പറയുകയും ഒരു നോട്ടീസൊന്നും ഈ മീറ്റിങ്ങിന് വേണ്ടി പ്രസിദ്ധീകരിക്കാതെ എല്ലാവരെയും അറിയിക്കുകയുണ്ടായിരുന്നു. വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തിയായിരുന്നു അത്. ഈ ആലയമൊക്കെ വാങ്ങുവാൻ വേണ്ടി അവരൊക്കെ കൂടി റിസ്ക് എടുത്ത കാര്യങ്ങളെല്ലാം കുറേയെല്ലാം ഞാൻ മനസ്സിലാക്കിയായിരുന്നു. വിശ്വാസവും പ്രവൃത്തിയും ഒന്നിച്ചു കൊണ്ടുപോകുന്ന ഒരു രംഗത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അബ്രാഹത്തിന് എന്ത് വിശ്വാസമായിരുന്നല്ലേ, ഭയങ്കരമായ വിശ്വാസമായിരുന്നു. അതുകൊണ്ടാണല്ലോ പുറകോട്ട് നോക്കാതെ കാനാൻ ദേശത്തേക്ക് പോയത്. വിശ്വാസത്തിൻ്റെ ഒരു പ്രവൃത്തി ചെയ്യുവാൻ അദ്ദേഹത്തിന് അവസരമുണ്ടായപ്പോൾ ഇസഹാക്കിനെ കൊല്ലുവാൻ ഒരു മടിയും കാണിച്ചില്ല. വിശ്വാസവും പ്രവൃത്തിയും ഒന്നിച്ചു കൊണ്ടുപോയപ്പോൾ അബ്രാഹാം നമ്മുടെ എല്ലാം പിതാവായി തീരുകയാണ് ചെയ്തത്. ഈ പ്രഭാഷണത്തിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് ഞാൻ വരുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇന്ന് പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി കൊണ്ടുവരട്ടെ. 2 അനുഷ്ഠാനങ്ങളാണ് നമുക്ക് വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ഒന്ന്, വെള്ളത്തിൽ മുങ്ങിയുള്ള സ്നാനം. 2ാമത്, കർത്തൃമേശ ആചരണം. നമുക്ക് 7 വിശുദ്ധ പ്രമാണങ്ങളാണ് വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാന സത്യങ്ങളായി തരുന്നത്. അതിൽ 1ാമത്തേത് നമ്മൾ മാനസാന്തരപ്പെടണം. 2ാമത്തേത് അതിനുവേണ്ടി നമ്മൾ അനുദപിക്കണം. 3ാമത്തേത് നമ്മൾ പൊതുജന്മം പ്രാപിക്കണം. 4ാമത്തേത് നമ്മൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കണം. 5ാമത്തേത് ദൈവത്തിൻ്റെ മകനും മകളുമായി തീരണം. 6ാമത്തേത് കടുത്ത വിശ്വാസത്തിലേക്ക് നമ്മൾ ഉണരണം. 7ാമത്തേത് വിശ്വാസം വർദ്ധിക്കുമ്പോൾ സ്നേഹം വളരും. വിശ്വാസവും സ്നേഹവും വളരുമ്പോൾ വിശ്വാസത്തിൻ്റെ പ്രവൃത്തികൾ ഉണ്ടാകും. അടുത്തത് നിരന്തരമായി പ്രാർത്ഥിക്കുകയും സ്തോത്രം പറയുകയും പാട്ടുപാടി ദൈവത്തെ ആരാധിക്കുകയും ചെയ്തുകൊണ്ട് ഇങ്ങനെ പ്രിയമുള്ളവരെ കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ സംബന്ധിക്കാൻ സാധിക്കുന്ന യോഗ്യതയുള്ള മണവാട്ടിയായി ദൈവസഭയ്ക്ക് തീരുവാൻ സാധിക്കും. ഇവിടെ ഇപ്പോൾ ഇരിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ മണവാട്ടി സഭയാണ്. കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ സംബന്ധിക്കാൻ വേണ്ടി യോഗ്യതയില്ലാണ്ട് ദൂരെ ബിംബാരാധന മതങ്ങളിലും പൗരോഹിത്യ ആരാധന മതങ്ങളിലും പെട്ട് നിരവധി ആളുകൾ കിടക്കുമ്പോൾ നിങ്ങളാകട്ടെ ഇവിടെ ഇന്ന് ഈ സത്യം തിരിച്ചറിയുമ്പോൾ നിങ്ങൾ കാന്തനായ നമ്മുടെ കർത്താവിൻ്റെ വരവെങ്കിൽ കാന്തയായി ഇപ്പോൾ ഇവിടെ ഇരിക്കുകയാണ്. നമ്മളെല്ലാം ക്രിസ്തുവേശുവിൽ ഭാര്യയാണ്, കാന്തയാണ്. പ്രൈസ് ദി ലോർഡ് ഒന്ന് പറഞ്ഞേ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇവിടെ ഇപ്പോൾ ആയിരിക്കുന്ന ഈ ജനം കുഞ്ഞാടിൻ്റെ കല്യാണ സദ്യയിൽ സംബന്ധിക്കാൻ വേണ്ടി ക്ഷണിക്കപ്പെട്ടവരല്ല. ഭാര്യയും ഭർത്താവും എന്ന ബന്ധമാണ് യേശുവും നമ്മളും തമ്മിലുള്ളത്. ഈ വിശുദ്ധ ജീവിതത്തിൽ ജീവിച്ചിരിക്കുന്ന നമ്മളൊക്കെ കർത്താവിൻ്റെ ജീവിത വിശുദ്ധിയിൽ പെട്ടവരാണ്. പ്രിയരെ, യൂട്രസിനോ ബ്രസ്റ്റിനോ ക്യാൻസർ വന്നിട്ട് വിഷമിക്കുന്നവർ, ഇപ്പോൾ ഒരു 4-5 പേർക്ക് ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞ് സുഖപ്പെട്ടവർക്ക് ക്യാൻസർ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ കർത്താവ് അവസരം തരികയാണ്. ആണാകട്ടെ പെണ്ണാകട്ടെ, ക്യാൻസർ രോഗികൾക്ക് വേണ്ടിയും കിഡ്നി രോഗികൾക്ക് വേണ്ടിയും ഇതിനൊക്കെ ചികിത്സ ഉണ്ടെങ്കിലും അതങ്ങോട്ട് ശരിയാവുകയില്ല. കിഡ്നി രോഗികൾക്ക് വേണ്ടിയും നമുക്കിപ്പോൾ ഒന്ന് പ്രാർത്ഥിക്കാം. വലിയ ബുദ്ധിമുട്ടാണ് അവർക്ക്, പേടിയാണ് അവർക്ക്. ബ്രസ്റ്റിൽ ക്യാൻസർ വന്നവരുടെ ഉള്ളിലോട്ട് ശ്വാസകോശത്തിലൊക്കെ ഇനി ഈ രോഗം വരുമോ എന്ന് നമുക്കൊക്കെ പേടി കാണും. അതുകൊണ്ട് ക്യാൻസർ രോഗികൾക്കും കിഡ്നി രോഗികൾക്കും വേണ്ടി പ്രാർത്ഥിക്കാം. അവർക്ക് വിഷമമില്ലെങ്കിൽ അവരൊന്ന് കൈ ഉയർത്തിയാട്ടെ. സ്വന്തം ശരീരത്തിലും മനസ്സിലും ആത്മാവിലുമുള്ള ഈ പഴയ രോഗങ്ങൾ മാറിയതിനെക്കുറിച്ച് അവർക്ക് വിഷമം ഇല്ലെങ്കിൽ അവർ കൈയൊന്ന് ഉയർത്തിയാട്ടെ.
പതുക്കെ അല്പമൊക്കെ കൈ ഉയർത്താൻ ശ്രമിക്കുന്നവരെ കാണുകയുണ്ടായി. നമുക്കൊന്നിച്ച് കരങ്ങൾ ഉയർത്തി അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കിഡ്നി രോഗികളെ തൃക്കരങ്ങളിൽ വെച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികളെ തൃക്കരങ്ങളിൽ വെച്ചുകൊണ്ട് അടിയൻ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, മഹാപരിശുദ്ധനായ കർത്താവേ, നല്ല ദൈവമേ, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ ആത്മാവ് ഇതിപ്പോൾ ആത്മാവ് വെളിപ്പെടുത്തിയതല്ല, ബുദ്ധി കൊണ്ട് ഞാൻ പറയുന്നതാണ്. കമ്പനികൾക്ക് വേണ്ടി നമ്മൾ ശ്രമിച്ചു. ചില ജോലിയൊക്കെ നമ്മൾ സ്വന്തമായിട്ട് ചില ആളുകളോട് ചെന്ന് പാർട്ട്ണർഷിപ്പ് ചില ജോലികളൊക്കെ എടുത്തു. എന്നിട്ട് കമ്പനിയെല്ലാം വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ് സാമ്പത്തിക മാന്ദ്യം കൊണ്ട്. അപ്പോൾ അങ്ങനെ തൊഴിൽ രംഗത്ത് വലിയ അസ്വസ്ഥതകൾ ഇപ്പോഴുള്ള വ്യക്തികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ പോവാം. ഈ ജനം ഒന്നിച്ച് നിന്ന്, ഈ വിശുദ്ധ ജനം, കുഞ്ഞാടിൻ്റെ കാന്ത ഇപ്പോൾ ഒന്നിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നതിലൂടെ അവരുടെ ബിസിനസ് കാര്യത്തിലുള്ള മാന്ദ്യം മാറും. യാതൊരു സംശയം വേണ്ട. എല്ലാവരും കൈകൾ ഉയർത്തി സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ. കർത്താവെ, ബിസിനസ്സിന് വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് വലിയ ബന്ധനങ്ങളിൽ അകപ്പെട്ടു പോയവർ, കർത്താവെ, അവരെല്ലാം എൻ്റെ കർത്താവ് ഇപ്പോൾ തന്നെ സുഖപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും കെട്ടുകൾ എൻ്റെ കർത്താവ് അടിച്ചു തരണമെന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. മഹാവിശുദ്ധനായ കർത്താവെ, സത്യദൈവമേ, യഥാർത്ഥ ദൈവമേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവെ നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, 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 സ്തോത്രം. ആമേൻ. നിങ്ങൾ ഈ ഡേറ്റ്, ഈ 10 മണിയോട് അടുത്ത സമയം ഓർത്തിരിക്കുക. ഒരു 3 മാസക്കാലം നിങ്ങൾ തീർച്ചയായിട്ടും നല്ലപോലെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ആ ചെറിയ ബിസിനസ് കർത്താവ് വളർത്തിത്തരും, ശക്തമായിട്ട് വളർത്തിത്തരും. ഇപ്പോൾ കൈ ഉയർത്തുമെന്നും വേണ്ട, ഞാൻ എൻ്റെ ബുദ്ധി കൊണ്ട് പറയുകയാണ്. വിവാഹ ജീവിതത്തിലേക്ക് നീങ്ങാൻ കഴിയാതെ വിഷമിച്ച് നിൽക്കുന്ന, അതിനുള്ള സാധ്യതകൾ മങ്ങി നിൽക്കുന്ന ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും വേണ്ടി വിവാഹത്തിൻ്റെ കൃപാവരങ്ങൾ, അനുയോജ്യരായ ഇണകളെ യേശു തരാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. അത്തരം മാതാപിതാക്കന്മാർ സന്തോഷത്തോടെ പ്രാർത്ഥിക്കുക, കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. കർത്താവേ, നല്ല ദൈവമേ, സ്തോത്രം, സ്തോത്രം. ഇപ്പോൾ തന്നെ വിവാഹത്തിന് വേണ്ടി മാതാപിതാക്കന്മാർ മക്കളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. അതൊന്ന് നേരെയാകാൻ, ശരിയാകുവാൻ എൻ്റെ കർത്താവ് വലിയ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത മന്ത്രി, വീരനാം ദൈവമേ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കർത്താവേ നന്ദി, നന്ദി. ദൈവമേ സ്തോത്രം, സ്തോത്രം, സ്തോത്രം.